കൊച്ചി, അറബിക്കടലിന്റെ റാണി. കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരം. സൗന്ദര്യത്തിന്റെ റാണി. അങ്ങനെ വിശേഷണങ്ങൾ പലതാണ്. കൊച്ചി നഗരത്തിന്റെ തിരക്കിലേക്ക് ഊളിയിട്ട് തുടങ്ങുന്നതേയുള്ളൂ. ഇവിടെ അവർക്കിടയിൽ അയാളുണ്ട്. ഇനിയുള്ള രാത്രികൾക്ക് ചോരയുടെ ചൂടും ചൂരും മാത്രം. നോർത്ത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. എന്താടോ, ഇത് കുറേയുണ്ടല്ലോ. ഇതിനും മാത്രം പരാതി ആരെക്കുറിച്ചാടോ? ഉറക്കച്ചടവോടെ എസ് ഐ രാജേഷ് ചോദിച്ചു. എന്നാ പറയാനാണ് സാറേ, നമ്മുടേത് ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനായി പോയില്ലേ. അപ്പോൾ ഇതല്ല, ഇതിൽ കൂടുതൽ കണ്ടില്ലെങ്കിലല്ലേ ഉള്ളൂ. ഇതിൽ പരാതി എന്ന് പറഞ്ഞ് എഴുതിവിടുന്നതിൽ കുറേയേറെ ഊമക്കഥകളും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള പരാതികളും, കോൺസ്റ്റബിൾ ഗോപാലേട്ടൻ പറഞ്ഞു. അല്ലെങ്കിലും ഇമെയിലും വാട്സപ്പും ഒക്കെ ഉള്ള ഈ കാലത്താണ് മന്ത്രിയുടെ ഒരു ഉത്തരവ്. ജനങ്ങൾക്ക് വേണ്ടി പരാതിപ്പെട്ടി പോലും. അത് കൊണ്ടുവച്ചതിൽ പിന്നെ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ പരാതി തന്നെ പരാതി. കൊച്ചിയിലെ കൊതുക് ശല്യത്തിനെ കുറിച്ച് വരെ പരാതി എഴുതിയിടുന്ന ചില കുരുപ്പുകളുണ്ട്. ഇവന്റെയൊക്കെ ഇമാതിരി പരാതി കോർപ്പറേഷൻ ഓഫീസിൽ പോയല്ലേ കൊടുക്കാൻ. നമുക്ക് കൊതുകിനെ മരുന്നടിക്കലല്ല പണിയെന്ന് ഇവന്മാർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. പോലീസിന് പണി കൊടുക്കാൻ അവന്മാർക്ക് കിട്ടിയ അവസരമല്ലേ. താൻ ഏതായാലും ആ ലെറ്റേഴ്സ് ഇങ്ങെടുക്ക്, ഞാനൊന്ന് കാണട്ടെ, എസ് ഐ രാജേഷ് പറഞ്ഞു. രാജേഷ് പറഞ്ഞതും ഗോപാലേട്ടൻ ഓരോ ലെറ്റേഴ്സും രാജേഷിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങി. ഓരോന്ന് വായിക്കുമ്പോഴും അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അതിലെഴുതിയിരിക്കുന്ന കാര്യം ഗോപാലേട്ടനെയും വായിച്ചു കേൾപ്പിച്ചു. പാലാരിവട്ടം മേൽപ്പാലത്തിലെ അഴിമതി വരെ അവയിലുണ്ടായിരുന്നു. പെട്ടെന്ന് അവയിലൊരു കവറിന് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉള്ളതായി രാജേഷിന് തോന്നി. അയാളത് പൊട്ടിക്കാനായി ഗോപാലേട്ടന്റെ കയ്യിലേക്ക് നൽകി. ഗോപാലേട്ടൻ ആ കവർ പൊട്ടിച്ച ശേഷം ചിരിച്ചുകൊണ്ട് എസ് ഐ രാജേഷിന് നേരെ നീട്ടി. ഇതേതോ പിള്ളേര് നമ്മളെ മെനക്കെടുത്താൻ ചെയ്തതാ സാറേ. ഒരു ആറെന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിക് കാർഡും ഒരു കാക്കി കളർ ഷർട്ടിന്റെ തുണ്ടും. ഇതല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. രാജേഷിന് നേരെ കവർ നീട്ടിക്കൊണ്ട് ഗോപാലേട്ടൻ പറഞ്ഞു. ഐ ഫീൽ സംതിങ് സ്ട്രേഞ്ച്. ഇതിനെന്തോ പ്രത്യേകത ഉള്ളതുപോലെ തോന്നുന്നു. ഇതിലാണെങ്കിൽ അഡ്രസ്സുമില്ല. വെറുമൊരു കവറിൽ ഇത് മാത്രം. അയാൾ സംശയത്തോടെ നോക്കി പറഞ്ഞു. സാറിന് വേറെ പണിയില്ലേ? ഇതൊന്നും ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് നൂറുകൂട്ടം പണി വേറെ കിടക്കുമ്പോഴാണ് ഒരു അഡ്രസ്സുമില്ലാതെ കിടക്കുന്ന ഇതിന്റെ പിന്നാലെ പോകാൻ. ഗോപാലേട്ടൻ അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. രാജേഷ് കുറച്ചു സമയം അതിലേക്ക് നോക്കിയിരുന്ന ശേഷം അടുത്ത ലെറ്റർ പൊട്ടിച്ചു വായിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവർ തങ്ങളുടെ ഡ്യൂട്ടിയിൽ വ്യാപൃതരായി. ഈ കവറിന്റെ കാര്യം അവർ മറന്നു കഴിഞ്ഞിരുന്നു. അന്നു രാത്രി ഇന്ദിരാ ലൈൻ നഗർ. ഡിവൈഎസ്പി റോയ് മാഞ്ഞുരാൻ ക്ലബിൽ നിന്ന് തന്റെ സ്വിഫ്റ്റ് കാറിൽ പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം രാത്രി 11:30 കഴിഞ്ഞിരുന്നു. റിട്ടയർ ചെയ്യാൻ ഇനി 3 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിലും അയാളുടെ ഊർജ്ജസ്വലത ഡിപ്പാർട്ട്മെന്റിലെ ചില യുവ ഓഫീസർമാരെക്കാൾ കൂടുതലായിരുന്നു. പ്രായം 60നോടടുത്തുവെങ്കിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു 40കാരന്റെ ചുറുചുറുക്കാണ് ഡിവൈഎസ്പി റോയ്ക്ക്. കൊച്ചിയിലെ രാത്രി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അയാൾ തന്റെ വീടായ ഇന്ദിരാ ലൈനിലേക്ക് ഡ്രൈവ് ചെയ്തു. ഇന്ദിരാ ലൈൻ റോഡിലെത്തിയതും റോഡ് സൈഡിൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ സെക്രട്ടറി അനീഷിനെ കണ്ട് റോയ് വണ്ടി നിർത്തി. എടോ അനീഷേ, എന്താ രാത്രി ഇവിടെ ഒരു ചുറ്റിക്കളി? റോയ് അയാളോട് ചോദിച്ചു. റോയിയെ അപ്പോളാണ് അനീഷ് കണ്ടത്. ആ സാറോ, ഞാനത് ചുമ്മാതെ, പെണ്ണുമ്പിള്ള നാട്ടിൽ പോയേക്കുവാ. എനിക്കാണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് കിടക്കാനും വയ്യ. അതുകൊണ്ട് രാത്രി കൂട്ടുകിടക്കാൻ ഒരാളെ വിളിച്ചതാണ്. ആളിപ്പോ എത്തും. അനീഷ് ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. ആ, തന്റെ പണി ഇതാണല്ലേ. തന്റെ ഭാര്യയെ ഞാനൊന്ന് കാണുന്നുണ്ട്. റോയ് അയാളോട് കളിയായി പറഞ്ഞു. അയ്യോ ഇച്ചായ, ചതിക്കല്ലേ, അവളെന്നെ കുരിശിൽ കയറ്റും. നീ എന്തെങ്കിലും കാണിക്ക്. ഈ CCTV കേടായിട്ട് ആഴ്ച 2 കഴിഞ്ഞല്ലോ. നിന്നോടൊന്ന് ഇത് ശരിയാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു അനക്കവുമില്ലല്ലോ. ഇതൊക്കെ വന്നാ പിന്നെ നിന്റെ ഈ പണി ഇവിടെ നടക്കില്ലല്ലോ. അതല്ലേടാ കാര്യം? റോയ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അയാളെ ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറേയായി. നാളെ രാവിലെ വന്നില്ലെങ്കിൽ ഞാൻ ചെന്ന് പൊക്കി എടുത്തുകൊണ്ട് വരും, ഉറപ്പ്. ഇച്ചായൻ ഇപ്പോഴൊന്ന് പോയേ, അനീഷ് പറഞ്ഞു. ഓക്കേടാ ഉവ്വേ.
നിന്റെ സ്വർഗത്തിൽ ഞാൻ കട്ടോളം പാകുന്നില്ല. അതും പറഞ്ഞ് അനീഷ് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ വീടിന്റെ ഗേറ്റിലേക്ക് വണ്ടി കയറ്റി ഓഫ് ചെയ്തിട്ട ശേഷം വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ലോക്ക് ചെയ്തു. റോയ് പോയതിനു പിന്നാലെ അനീഷ് പറഞ്ഞ പെണ്ണും വന്നു. അവരുമായി അനീഷ് തന്റെ വീടിനുള്ളിലേക്ക് കയറി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരുട്ടിൽ ആ രൂപം നിൽക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അയാൾ റോയിയുടെ വീട്ടിലേക്ക് നോക്കി ക്രൂരത നിറഞ്ഞ ഒരു ചിരി ചുണ്ടിൽ വരുത്തിയ ശേഷം തോൾ ബാഗിൽ കരുതിയിരുന്ന ലാപ്പിൽ എന്തോ ചെയ്തു. ശേഷം അത് തിരികെ ബാഗിലേക്ക് വെച്ചുകൊണ്ട് റോയിയുടെ വീടിനുള്ളിലേക്ക് അയാൾ തന്റെ ചുവടുകൾ വെച്ചു. വീടിന് പിൻഭാഗത്തേക്കാണ് അയാൾ നടന്നത്. അടുക്കള ഭാഗത്തെ വാതിലിന് മുന്നിലായി അയാൾ നിന്ന ശേഷം പോക്കറ്റിൽ കരുതിയിരുന്ന ടെന്നീസ് ബോൾ പുറത്തേക്കെടുത്തു. അതിലെ ദ്വാരമുള്ള ഭാഗം കീഹോളിന് മുന്നിലായി ചേർത്ത് വെച്ചുകൊണ്ട് അയാൾ ആ ബോളിൽ അമർത്തിയതും ആ വാതിൽ തുറന്നു. ഒരു ചെറിയ പുഞ്ചിരിയോടെ അയാൾ ആ ബോൾ ബാഗിലേക്ക് നിക്ഷേപിച്ച ശേഷം വീടിനുള്ളിലേക്ക് കയറി. തന്റെ ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് ലോക്ക് ചെയ്തു. റോയ് മാന്യുരാൻ ഈ സമയം കിടക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. പെട്ടെന്ന് തന്റെ കഴുത്തിനു പിന്നിൽ ആരുടെയോ ചൂട് ശ്വാസം പതിഞ്ഞതും ഞെട്ടിത്തിരിഞ്ഞ അയാളുടെ കഴുത്തിലേക്ക് ആ അജ്ഞാതൻ തന്റെ കയ്യിലിരുന്ന സിറിഞ്ച് കുത്തിയിറക്കി. ബോധം മറഞ്ഞ റോയ് ബെഡിലേക്ക് വീഴാൻ തുടങ്ങിയതും അയാൾ റോയി എടുത്ത് തന്റെ തോളിലിട്ട ശേഷം മുന്നോട്ട് നടന്നു. അടുത്ത ദിവസം രാവിലെ റോയിയുടെ വീടിന് മുമ്പിലെത്തിയ റോയിയുടെ ഡ്രൈവർ വീട് പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടത്. റോയിയുടെ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് കണ്ട അയാൾ തന്റെ സുപ്പീരിയറും റോയിയുടെ ആത്മമിത്രവുമായ SP ഭദ്രന്റെ ഫോണിലേക്ക് വിളിച്ചു. സാർ, ആകാശാണ്, റോയ് സാറിന്റെ ഡ്രൈവർ. ഇന്ന് പിക്ക് ചെയ്യാനെത്തിയപ്പോൾ സാർ ഇവിടെയില്ല. നമ്പർ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. അതാണ് സാറിനെ വിളിച്ചത്. ഇറ്റ്സ് ഓക്കെ ആകാശ്, അവനിതൊക്കെ പതിവുള്ളതാണ്. ഇടയ്ക്കിടെ ഊരുചുറ്റൽ. പിന്നെ എവിടെന്നെങ്കിലും എന്നെ വിളിച്ചു പറയും. ഞാൻ വിളിച്ചോളാം, താൻ സ്റ്റേഷനിലേക്ക് പൊയ്ക്കോ, ഭദ്രൻ പറഞ്ഞു. ഫോൺ വെച്ചതും ഭദ്രൻ വീണ്ടും അയാളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. എങ്കിലും സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത്. 2 ദിവസങ്ങൾക്ക് ശേഷം. ഹലോ, നോർത്ത് പോലീസ് സ്റ്റേഷൻ. ഞാൻ ഇന്ദിരാനഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അനീഷാണ് സംസാരിക്കുന്നത്. ഇവിടെ റോയ് സാറിന്റെ വീടിനുള്ളിൽ നിന്നും എന്തോ ചീഞ്ഞ മണം വരുന്നു. സാറും ഇവിടെയില്ല. എത്രയും പെട്ടെന്ന് എത്തണം. അതും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ SI രാജേഷും സംഘവും ഇന്ദിരാനഗറിലെത്തി. ഇവിടെ ആരാടോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? വീടിന് മുൻപിൽ കൂടി നിന്നിരുന്ന ആൾക്കാരെ നോക്കി SI രാജേഷ് ചോദിച്ചു. സർ, ഞാനാണ് അനീഷ്. റോയ് സാർ 2 ദിവസമായി സ്ഥലത്തില്ല. വിളിച്ചിട്ടും കിട്ടുന്നില്ല. സാറിന്റെ വീടിനുള്ളിൽ നിന്നും എന്തോ ദുർഗന്ധം. DYSP സാറിന്റെ വീടല്ലേ? അതാ പോലീസിനെ തന്നെ വിളിച്ചത്, അയാൾ പറഞ്ഞു. ഗോപാലേട്ടാ, വാതിൽ തുറക്ക്. ഗോപാലേട്ടൻ വാതിൽ തുറക്കാനായി ഉള്ളിലേക്ക് കയറിയതും കൂടി നിന്ന ആളുകളും പിന്നാലെ നടന്നു. എല്ലാരും കൂടി എങ്ങോട്ടാ? ഒരാൾ വന്നാൽ മതി. അനീഷേ, താൻ വാ, SI പറഞ്ഞു. ഗോപാലേട്ടൻ വാതിൽ തുറന്ന് അകത്ത് കയറിയതും മുന്നിൽ കണ്ട കാഴ്ച കണ്ട് അയാൾ അലറി വിളിച്ചു. സാർ ഇവിടെ. പുറത്തുനിന്ന പോലീസിനെ നോക്കി അയാൾ പറഞ്ഞു. SI രാജേഷും കൂടെയുള്ള പോലീസുകാരും അനീഷും ഗോപാലേട്ടന്റെ വിളിക്കേട്ട് ഹാളിലെത്തിയതും അവിടെ കണ്ട കാഴ്ച അവരെ ഭയപ്പെടുത്താൻ തക്ക ഒന്നായിരുന്നു. ഹാളിലെ കസേരയ്ക്ക് മേൽ അഴുകിത്തുടങ്ങിയ നിലയിൽ ഒരു കൈ. ആ കാഴ്ച കണ്ടതും ഓക്കാനിക്കാൻ വന്ന അനീഷ് പുറത്തേക്കോടി. ഒറ്റൊരാളെയും അകത്തേക്ക് കയറ്റിവിടരുത്, രാജേഷ് കൂടെയുള്ള പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ഗോപാലേട്ടനും രാജേഷും ആ വീട്ടിലെ എല്ലാ മുറികളും പരിശോധിക്കാൻ തുടങ്ങി. ഫ്രിഡ്ജ് തുറന്നതും അതിലെ കാഴ്ച കണ്ട് അവർ നടുങ്ങി. റോയ് മാന്യുരാന്റെ ശരീരഭാഗങ്ങൾ വെട്ടി തുണ്ടം തുണ്ടമായി ആക്കിയ നിലയിൽ ഫ്രിഡ്ജിൽ കുത്തിനിറച്ചു വെച്ചിരിക്കുന്ന കാഴ്ച കണ്ട് അവർ ഭയന്നു. അയാളുടെ കൈവിരലുകളും ശരീരഭാഗങ്ങളും എല്ലാം തന്നെ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നു. ഫ്രീസർ തുറന്ന അവരുടെ ഭയം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. റോയിയുടെ ഹൃദയം വെട്ടി മുറിച്ച നിലയിൽ ഫ്രീസറിനകത്ത് കട്ട പിടിച്ചിരുന്നു. കോൾ CI പ്രതാപ് സാർ, രാജേഷ് ഒരു വിധത്തിൽ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും വായ് പൊത്തിക്കൊണ്ട് അയാൾ വാഷ് ബേസിന് അടുത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. കുറച്ചു സമയങ്ങൾ കൊണ്ട് തന്നെ വീടും പരിസരവും പോലീസുകാരെയും ആളുകളെയും കൊണ്ട് നിറഞ്ഞിരുന്നു. താൻ സർവീസിൽ കയറിയിട്ട് ഇത്തരത്തിലൊരു ദൃശ്യം
ആദ്യമായി കാണുന്ന ഭയം രാജേഷിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ഫോറൻസിക് ടീമും ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സും വീട് മുഴുവൻ പരിശോധനകൾ നടത്തി. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഫോറൻസിക് ഡോക്ടർ തോമസ് പറഞ്ഞു. എന്താ ഡോക്ടർ? CI പ്രതാപ് ചോദിച്ചു. സർ, ബോഡിയിൽ തലയില്ല. ഇറ്റ്സ് മിസ്സിംഗ്. വാട്ട്? പ്രതാപ് ഞെട്ടലോടെ ചോദിച്ചു. യെസ് സർ, ബാക്കിയുള്ള ബോഡി പാർട്സൊക്കെ ഫ്രിഡ്ജിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ തലയില്ല. തോമസ് അത് പറഞ്ഞു തീർന്നതും വീടിനു പിന്നിലെ റോഡിൽ നിന്നും തെരുവു നായ്ക്കളുടെ കടിപിടി ശബ്ദം അവരുടെ ചെവിയിൽ വന്ന് പതിച്ചു. എടോ, അതിനെ ഓടിച്ചുവിടടോ, CI പറഞ്ഞു. CI പറഞ്ഞതും പോലീസുകാരിൽ 2 പേർ പിൻവശത്തേക്കായി പോയി. സാർ! വീടിനു പിന്നിൽ നിന്നും അവരുടെ നിലവിളി ഉയർന്നതും എല്ലാവരും കൂടി വീടിനു പിന്നിലെ റോഡിലേക്കെത്തി. സാർ, അവിടെ! അവരിലൊരാൾ നായ്ക്കളുടെ നേരെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞു. അവർ അവിടേക്ക് നോക്കിയതും റോയ് മാഞ്ഞുരാന്റെ തല തെരുവു നായ്ക്കൾ കടിച്ചു കീറുന്ന, രക്തം മരവിപ്പിക്കുന്ന കാഴ്ച കണ്ട് പ്രതാപ് അടക്കം എല്ലാവരും തരിച്ചു നിന്നു. ഇനി അവന്റെ നാളുകൾ. ഇരുളിൽ മറഞ്ഞ് വേട്ടയാടുന്ന അവന്റെ രാവുകൾക്ക് തുടക്കം. ഇനി ചോരമണമുള്ള രാവും പകലും. മരണം നിങ്ങൾക്ക് കയ്യെത്തും അകലം മാത്രം. എല്ലാത്തിനെയും എറിഞ്ഞോടിക്കടോ, CI പ്രതാപ് അലറി. പ്രതാപിന്റെ ആജ്ഞ കിട്ടിയതും അവിടെയുണ്ടായിരുന്ന പോലീസുകാർ നായ്ക്കളുടെ നേരെ കയ്യിൽ കിട്ടിയ കല്ലും വടികളും ഉപയോഗിച്ച് ആക്രമിച്ചു. ഏറുകൊണ്ട തെരുവു നായ്ക്കൂട്ടം തല അവിടെ ഉപേക്ഷിച്ച് ഓടിമറഞ്ഞു. പ്രതാപും ഫോറൻസിക് ടീമും തലകിടുന്ന സ്ഥലത്തേക്ക് വന്നു. അത് റോയിയുടെ തന്നെ തലയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ നായ്ക്കൾ കടിച്ചു പറിച്ചിരുന്നു. മുഖമാകെ വികൃതമാക്കപ്പെട്ട നിലയിലും കണ്ണുകൾ താഴേക്ക് മുറിഞ്ഞു തൂങ്ങിയ നിലയിലുമുള്ള ആ രൂപം ഒരു മനുഷ്യന്റെ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തക്ക വിധം ആയിരുന്നു അവർക്ക് ലഭിച്ചത്. ഫോറൻസിക് ടീമിൽ പലർക്കും ഈ കാഴ്ച കണ്ട് ഓക്കാനിക്കാൻ വരുന്ന തരത്തിലായിരുന്നു അതിന്റെ നില. കൂടുതൽ പരിശോധനയ്ക്കും കാര്യങ്ങൾക്കുമായി റോയിയുടെ ശരീരഭാഗങ്ങൾ ഫോറൻസിക് സർജൻ അടുത്തേക്ക് പോലീസ് അയച്ചു. പോലീസ് ആ വീട് ഒട്ടാകെ തിരഞ്ഞുവെങ്കിലും പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന യാതൊരുവിധ തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. പോലീസുകാർ കൂടി നിന്ന ആൾക്കാരെയും മീഡിയാസിനെയും പുറത്താക്കിക്കൊണ്ട് റോയ് മാഞ്ഞുരാന്റെ വീടിന്റെ ഗേറ്റ് സീൽ ചെയ്തു. ഈ സമയം കൊണ്ട് തന്നെ ഡിവൈഎസ്പിയുടെ മരണം മീഡിയാസ് ആഘോഷമാക്കി മാറ്റിയിരുന്നു. എല്ലാ ചാനലുകളിലും പ്രധാന തലക്കെട്ട് ഡിവൈഎസ്പിയുടെ കൊലപാതകിയും കാരണവുമായിരുന്നു. ലോക്കൽ ക്രിമിനൽസ് തുടങ്ങി നക്സൽ ആക്രമണം എന്നുവരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊലപാതകം വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതേസമയം പോലീസുകാരും അപ്രതീക്ഷിതമായി ഉണ്ടായ ഞെട്ടലിലായിരുന്നു. SP ഭദ്രൻ അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെ രൂപീകരിക്കാനും അതിന് ലീഡറായി CI പ്രതാപിനെ നിയമിക്കാനുമുള്ള ഓർഡർ പ്രസ് മീറ്റിംഗിൽ നിരത്തി തൽക്കാലത്തേക്ക് അവരുടെ വായ് അടപ്പിച്ചു. തന്റെ ഉറ്റ സുഹൃത്തിനെ കൊന്ന കൊലപാതകിയോട് ഉള്ള രോഷം അയാളുടെ ഉള്ളിൽ ആളിക്കത്തിക്കൊണ്ടിരുന്നു. നോർത്ത് പോലീസ് സ്റ്റേഷൻ. രാജേഷ്, ആ സെക്രട്ടറി അനീഷ് പുറത്തില്ലേ? അയാളോട് അകത്തേക്ക് വരാൻ പറയും, CI പ്രതാപ് പറഞ്ഞു. ഓക്കെ സർ. എടോ, തന്നോട് അകത്തേക്ക് വരാൻ CI സാർ പറഞ്ഞു. കയറി വാ. അനീഷിനെ നോക്കി SI രാജേഷ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് അനീഷ്. തന്നെ വിളിപ്പിച്ചത് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ്. റോയ് സാറിനെ അവസാനമായി ജീവനോടെ കണ്ടത് താനാണ്. അതിനുശേഷമാണ് സാർ കൊല്ലപ്പെടുന്നത്. അന്നു രാത്രിയിൽ സാറിനെ കണ്ടപ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നിയിരുന്നു? CI ചോദിച്ചു. ഇല്ല സാർ. റോയ് സാർ എപ്പോഴത്തെയും പോലെ തന്നെയായിരുന്നു അന്നും. എന്നോട് CCTVയുടെ കാര്യം പറഞ്ഞ ശേഷം അകത്തേക്ക് പോയി, അനീഷ് പറഞ്ഞു. ആ സമയം തനിക്കെന്തായിരുന്നു അവിടെ പണി? സത്യമായി പറഞ്ഞാൽ ഇതിവിടെ തീരും. അല്ലെങ്കിൽ പ്രതാപ് ഒരു താക്കീതെന്ന പോലെ പറഞ്ഞു. പറയാം സാർ. എന്റെ ഭാര്യ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനന്ന്. അയാൾ പകുതിയിൽ നിർത്തി. പറയടോ, താനെന്ന്. രാജേഷ് അയാളുടെ ഷർട്ടിന്റെ കോളറിൽ കയറിപ്പിടിച്ചു. സാറേ, ഞാനന്ന് ഒരു പെണ്ണിനെ കാത്തു നിന്നതാണ്. അവൾ വന്നു കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. ഇതല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്റെ പൊന്നു സാറേ. അയാൾ കിടന്ന് കരയാൻ തുടങ്ങി. നിർത്തടോ. എടോ, കരച്ചിൽ നിർത്താൻ. ആ ഏരിയയിൽ CCTVക്ക് എന്താ പ്രശ്നം? ഇത്തരം ആൾക്കാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയല്ലേ? പിന്നെയെന്താ അവിടെ ഒരു CCTV വെക്കാൻ തനിക്കൊരു മടി? അത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ രാത്രിയിലെ കലാപരിപാടി നടക്കില്ലല്ലോ സാർ, രാജേഷ് പറഞ്ഞു.
ശരി, താനിപ്പോ പൊയ്ക്കോ. ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കണം. അല്ലെങ്കിൽ തന്നെ തന്റെ വീട്ടിൽ വന്ന് പോക്കും. CI പ്രതാപ് തന്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. രാജേഷ്, താൻ അവിടെ ചെന്ന് വീട്ടിലെ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യണം. തന്റെ സ്റ്റേഷൻ ലിമിറ്റിലല്ലേ? ഞാൻ പോയി ഫോറൻസിക് സർജനെ കണ്ട് റിപ്പോർട്ട് വാങ്ങി വരാം. ഇതിനു പിന്നിൽ ഏതവനാണെങ്കിലും അയാളെ പൂട്ടിയിരിക്കണം. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. ഡോക്ടർ, വാട്ട് ഈസ് യുവർ ഫൈൻഡിങ്സ്? എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? CI ചോദിച്ചു. ഇത് വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകമാണ് പ്രതാപ്. ഇയാൾ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ഇയാളുടെ ലിംഗം വിച്ഛേദിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇയാളെ എവിടെയോ കെട്ടിയിട്ട ശേഷമാണ് ഓരോന്നായി അറുത്തു മുറിച്ചിരിക്കുന്നത്. ഇയാളെ ടോർച്ചർ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ തന്നെ ബോഡിയിൽ പലയിടത്തായി മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും മതിയാകാതെ വിക്ടിമിന്റെ തല എന്തോ ഭാരമുള്ള ആയുധം ഉപയോഗിച്ച് അടിച്ചു തകർത്താണ് കൊന്നിരിക്കുന്നത്. ആ അടിയിൽ ഇയാളുടെ തലയോട്ടി ചിതറിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ബോഡിയിലെ മുറിവുകൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കൊന്ന ശേഷം ഇയാളുടെ ബോഡി അറുക്കവാൾ ഉപയോഗിച്ച് കഷ്ണങ്ങളായി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് കില്ലർ ഈസ് നോട്ട് എ നോർമൽ പേഴ്സൺ. ഒരു നോർമൽ മൈൻഡിലുള്ള ഒരാൾക്കും ഇത്രയും ബ്രൂട്ടലായി ഒരാളെ കൊല്ലാൻ പറ്റില്ല. എന്റെ സർവീസിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തുന്നത്. ബെറ്റർ യു ക്യാച്ച് ഹിം ഫാസ്റ്റ്. അല്ലെങ്കിൽ ഇനിയും ആളുകൾ കൊല്ലപ്പെട്ടേക്കാം. ഫോറൻസിക് സർജൻ ഫിറോസ് പറഞ്ഞു. അപ്പോൾ സാർ പറയുന്നത് ഇതൊരു സീരിയൽ കില്ലിങ്ങിന്റെ തുടക്കമാണെന്നാണോ? പ്രതാപ് സംശയത്തോടെ ചോദിച്ചു. ഐ ഡോണ്ട് നോ പ്രതാപ്. ഇറ്റ്സ് യുവർ ഹെഡേക്ക്. ബട്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇത് ചെയ്തവൻ ആരായാലും നോർമൽ മൈൻഡ് സെറ്റിൽ ഉള്ള ആളായിരിക്കില്ല. പിന്നെ ഒരു പ്രധാന കാര്യം, ബോഡിയുടെ ഇടതു കൈപ്പത്തിയിലെ മോതിരവിരൽ മിസ്സിംഗ് ആണ്. എന്താ ഡോക്ടർ പറഞ്ഞത്? അതെങ്ങനെ മിസ്സിംഗ് ആകും? പ്രതാപ് ചോദിച്ചു. അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഇയാളുടെ ശരീരത്തിൽ ബോധം കെടുത്താൻ ഉപയോഗിക്കുന്ന ഡ്രഗിന്റെ പ്രസൻസ് ധാരാളമുണ്ട്. ഇതൊരു നോർമൽ ലെവലിൽ കൂടുതൽ ഇഞ്ചെക്ട് ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് ബോഡി അൺകോഷ്യസ് ആകും. ശരീരത്തിലെ സർവ്വനാഡികളും തളർത്താൻ ഇതിന്റെ ഒരു ഹൈഡോസ് മതി. തലച്ചോറിലേക്ക് വേഗം ഈ ഡ്രഗ് എത്തണം എന്ന ഉദ്ദേശത്തോടെ ഇയാളുടെ കഴുത്തിലെ നെർവിലാണ് ഇത് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. ഓട്ടോപ്സി റിപ്പോർട്ടിലും ഞാൻ ഈ പറഞ്ഞതിലും കൂടുതലായി ഒന്നും തന്നെയില്ല. കുറച്ചു സമയത്തിനുള്ളിൽ ഓട്ടോപ്സി റിപ്പോർട്ടുമായി സ്റ്റേഷനിലെത്തിയ പ്രതാപിനെ കാത്തിരുന്നത് ഒട്ടും ശുഭകരമായ വാർത്തയായിരുന്നില്ല. സർ, CCTV വർക്കിംഗ് ആയിരുന്നില്ല. അത് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ടെക്നീഷ്യന്റെ അഭിപ്രായത്തിൽ ആ ലൊക്കേഷനിൽ നിന്ന് തന്നെയാണ് അയാൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഹാക്ക് ചെയ്തിരിക്കുന്ന രീതി വെച്ച് ഒരു പ്രൊഫഷണൽ ഹാക്കറാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് അവരുടെ ഒപ്പീനിയൻ. SI രാജേഷ് പറഞ്ഞു. സോ ഇറ്റ്സ് എ ഡെഡ് എൻഡ്. ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഇത് ചെയ്തത് ഒരു സൈക്കോ ആകാൻ സാധ്യതയെന്നാണ് പറയുന്നത്. പ്രതാപ് പറഞ്ഞു. സർ, അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങും? രാജേഷ് ചോദിച്ചു. എനിക്കറിയില്ല രാജേഷ്, നമുക്ക് തുടങ്ങിയാലേ പറ്റൂ. സാറിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ മരണം നടന്ന ദിവസമോ അതിനുശേഷമോ അയാൾ മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അങ്ങനെയുണ്ടെങ്കിൽ കൊലപാതകിക്കായി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം നോർത്ത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. ഗോപാലേട്ടൻ പരാതി പെട്ടിയിൽ നിന്നും കിട്ടിയ കത്തുകൾ പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. എന്തിനാ ഗോപാലേട്ടാ ഈ സമയമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ഓരോന്ന് നോക്കുന്നത്? DYSP സാർ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 7 ദിവസമായി. ഇതുവരെ യാതൊരു തെളിവും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. SI രാജേഷ് പറഞ്ഞു. സാർ, ദേ അന്നത്തെ പോലെയുള്ള ഒരു കത്തുകൂടി, ഗോപാലേട്ടൻ പറഞ്ഞു. ഏതാടോ? ഏതുപോലത്തെ? SI രാജേഷ് ചോദിച്ചു. സാർ, അന്ന് കൊലപാതകം നടന്ന ദിവസം രാവിലെ നമുക്ക് ഒരു കത്ത് കിട്ടിയില്ലേ? 6 എന്ന ലെറ്റർ വെച്ച് ഒരു ഊമക്കത്ത്. അതേപോലെ മറ്റൊരെണ്ണം. അതേ ഹാൻഡ് റൈറ്റിംഗ്, കവറിന് മുകളിൽ. ഗോപാലേട്ടൻ ആ കവർ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. അതു കേട്ടതും രാജേഷിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. തന്റെ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് അയാൾ ഗോപാലേട്ടന്റെ കയ്യിലിരുന്ന കവർ വാങ്ങി. വിറയ്ക്കുന്ന കൈകളോടെ അയാളത് തുറന്നതും E എന്ന ആൽഫബറ്റിക് ലെറ്ററിന്റെ കൂടെ ഒരു മോതിരവിരലും കവറിൽ നിന്നും
അയാളുടെ കയ്യിലേക്ക് അറ്റുവീണു. ആ ചോരയിൽ കുതിർന്ന ഒരു കറുത്ത തുണിക്കഷ്ണവും അയാളുടെ കയ്യിൽ ഇരുന്നു വിറച്ചു. വിറയ്ക്കുന്ന കൈകളോടെ രാജേഷ് CI പ്രതാപിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കുറച്ചു സമയം റിങ് ചെയ്ത ശേഷം അയാൾ ഫോണെടുത്തു. എന്താടോ രാജേഷേ, രാവിലെ തന്നെ? CI ചോദിച്ചു. സർ, ആ സൈക്കോ കില്ലർ അടുത്ത കൊലപാതകം ഇന്ന് രാത്രി നടത്തും, രാജേഷ് പറഞ്ഞു. അതെങ്ങനെ തനിക്കറിയാം? പ്രതാപ് സംശയത്തോടെ ചോദിച്ചു. രാജേഷ് അതുവരെ നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പ്രതാപിനോട് പറഞ്ഞു. ഒരു മുട്ടൻ ചീത്തയായിരുന്നു അതിന് മറുപടി. ഇഡിയറ്റ്, താനൊക്കെ എന്തിനാടോ പിന്നെ ഈ കാക്കിയിട്ട് നടക്കുന്നത്? അവൻ തന്റെ മൂക്കിന്റെ തുമ്പിൽ വന്നിരുന്ന് പറഞ്ഞിട്ടും തനിക്കത് മനസ്സിലായില്ലല്ലോ. അങ്ങനെ താൻ മനസ്സിലാക്കി അന്നേയെല്ലാം കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഈ സമയം ഒരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. താൻ ആദ്യത്തെ ആ കത്ത് കണ്ടുപിടിച്ചു വെക്ക്. ഞാൻ 20 മിനിറ്റിനുള്ളിൽ തന്റെ മുന്നിൽ എത്തുമ്പോൾ ആ 2 കത്തുകളും അവിടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ താൻ പിന്നെ സർവീസിൽ കാണില്ല. അതും പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ടായതും രാജേഷ് ദേഷ്യത്തോടെ ഗോപാലേട്ടനെ നോക്കി പല്ലുകടിച്ചു. രംഗം പന്തിയല്ലെന്ന് കണ്ട അയാൾ പതിയെ അവിടെ നിന്നും പിൻവലിഞ്ഞു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ CI പ്രതാപ് സ്റ്റേഷനിലെത്തി. എവിടെയാടോ ആ ലെറ്റേഴ്സ്? അയാൾ ചോദിച്ചു. ദാ സാർ, ഇത് ആദ്യം വന്നത്, ഇത് ഇന്ന് രാവിലെ വന്നത്. ഇതിനുള്ളിലായിരുന്നു റോയ് സാറിന്റെ ഫിംഗർ. അതും പറഞ്ഞ് രാജേഷ് 2 കത്തുകളും പ്രതാപിന് കൈമാറി. പ്രതാപ് രാജേഷിനെ രൂക്ഷമായി നോക്കിയ ശേഷം ആദ്യത്തെ കവർ തുറന്നു. അതിൽ R എന്ന ആൽഫബറ്റിക് ലെറ്ററും കാക്കി കളർ കഷ്ണവും എടുത്ത് മുൻപിൽ വെച്ചു. അടുത്ത കവർ തുറന്നതും അഴുകി തുടങ്ങിയ വിരലിന്റെ ദുർഗന്ധം സഹിക്കാനാകാതെ അയാൾ മൂക്കുപൊത്തിയ ശേഷം ടിഷ്യൂ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കവറിലേക്കായി മാറ്റിവെച്ചു. ഗോപാൽ, സെൻഡ് ദിസ് ഇമ്മീഡിയറ്റ്ലി ടു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. അതിനുശേഷം E എന്ന ആൽഫബറ്റിക് ലെറ്ററും ചോരയിൽ കുതിർന്ന കറുപ്പ് കളർ തുണിക്കഷ്ണത്തിലേക്കും അയാൾ മാറി മാറി നോക്കി. രാജേഷ്, താൻ എന്ത് ഫൂളിഷ്നെസ് ആണ് കാണിച്ചത്? അങ്ങനെയൊരു വാണിംഗ് തനിക്ക് ലഭിച്ചിട്ടും താൻ എന്തുകൊണ്ടാണ് അത് കാര്യമായി എടുക്കാഞ്ഞത്? CI ചോദിച്ചു. സോറി സാർ, ഇവിടെ ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ പരാതിപ്പെട്ടി വെച്ചപ്പോൾ മുതൽ എല്ലാ ദിവസവും അനാവശ്യമായ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാർ പെട്ടിയിലിടാറുണ്ട്. ഇതും അങ്ങനെ തന്നെയാണെന്ന് ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ വിരൽ കണ്ടപ്പോഴാണ് ഇതിനു പിന്നിൽ അയാളാണെന്ന് മനസ്സിലായത്. ഇത്തവണ എന്തായാലും തെറ്റുപറ്റില്ല സാർ. ഇനിയൊരു കൊലപാതകം അത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. രാജേഷിന്റെ സ്വരത്തിൽ കൊലയാളിയോടുള്ള രോഷം മുഴുവൻ അടങ്ങിയിരുന്നു. ഇത്തവണ അവന്റെ ലക്ഷ്യം ആരായിരിക്കുമെന്നാണ് താൻ കരുതുന്നത്? സർ, ഇതിൽ കറുപ്പാണ് നിറം. അത്തരത്തിൽ ഒരു യൂണിഫോം കൈകാര്യം ചെയ്യുന്ന, നിയമത്തോടടുത്ത് ഇടപഴകുന്ന ഒരേയൊരു വിഭാഗം അഡ്വക്കേറ്റ്സ് ആണ്. തീർച്ചയായും അവന്റെ അടുത്ത ഇര ഒരു അഡ്വക്കേറ്റാണ്, രാജേഷ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എക്സാക്ട്ലി രാജേഷ്. ഇയിൽ തുടങ്ങുന്ന അഡ്വക്കേറ്റ്സ് നമ്മുടെ ഈ നഗരത്തിൽ കുറഞ്ഞത് ഒരു 20 പേരെങ്കിലും കാണും. അവരിൽ ആരായിരുന്നാലും അത്രയും ആൾക്കാരെ നമ്മൾ നേരിൽ പോയി അലർട്ട് ചെയ്യുമ്പോഴേക്കും അവൻ അവന്റെ കൃത്യം ചെയ്തിരിക്കും. നമുക്ക് മുന്നിൽ നഷ്ടപ്പെടുത്താൻ സമയമില്ല. സോ ബാർ കൗൺസിലിൽ നിന്ന് ഉടൻ തന്നെ ഇയിൽ ആരംഭിക്കുന്ന അഡ്വക്കേറ്റ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഇപ്പോൾ മുതൽ നാളെ നേരം വെളുക്കുന്നവരെ അവരെ നമ്മുടെ ആൾക്കാർ ഷാഡോ ചെയ്യണം. ഇത്തവണ അവൻ നമ്മുടെ കിണിയിൽപ്പെടും. മാത്രമല്ല, നാളെ രാവിലെ വരെ സിറ്റിയിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണം. ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. എല്ലായിടങ്ങളിലെയും CCTV ക്യാമറകൾ ആക്റ്റീവാണെന്നും ഉറപ്പുവരുത്തണം. എന്തു വില കൊടുത്തും ഇത്തവണ അവനെ നമ്മൾ പിടിച്ചിരിക്കണം, CI പറഞ്ഞു. യെസ് സാർ, ഞാൻ ഇപ്പോൾ തന്നെ ഈ ഇൻഫർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്യാം. ബാർ കൗൺസിലിൽ നിന്നും അഡ്വക്കേറ്റ്സിന്റെ ലിസ്റ്റ് എടുത്ത് അവരെ ഷാഡോ ചെയ്യാനുള്ള ടീമിനെയും ഉടൻ തന്നെ അയക്കാം. ഓക്കെ രാജേഷ്, വി ഡോണ്ട് ഹാവ് ടൈം. അത് ഓർമ്മ വേണം. ആവശ്യമുള്ള ആൾക്കാർ ആര് തന്നെ ആയാലും തനിക്ക് യൂസ് ചെയ്യാം. ഇനിയൊരു കൊലപാതകം കൂടി ഈ സീരീസിൽ നടക്കാൻ പാടില്ല. CI പ്രതാപ് എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി. റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഏലിയാമ്മ ചാക്കോയുടെ വീട്. 11:30 PM. ഏലിയാമ്മ ചാക്കോ, പ്രായം 65 വയസ്സ്. മക്കളൊക്കെ അമേരിക്കയിൽ സെറ്റിൽഡ് ആണെങ്കിലും നാട് വിട്ട് താൻ എവിടെയും ഇല്ല എന്ന വാശിയിലാണ് ഏലിയാമ്മ. അമ്മച്ചിയുടെ വാശിയിൽ കീഴടങ്ങേണ്ടി വന്ന മക്കൾ വർഷത്തിൽ 2 മാസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബസമേതം അമ്മച്ചിയെ കാണാൻ നാട്ടിലെത്തും.
രാത്രി കാവലിന് സെക്യൂരിറ്റി ഉണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി സമയം ഏലിയാമ്മ കൊട്ടാരം പോലെയുള്ള ആ വീട്ടിൽ തനിച്ചാണ്. അയാൾ തന്റെ വാഹനം ആൾവാസമില്ലാത്ത സ്ഥലത്ത് നിർത്തിയ ശേഷം പുറത്തേക്കിറങ്ങി. ഇരയെ വേട്ടയാടാൻ പോകുന്ന ഒരു വേട്ടക്കാരന്റെ ലഹരി അയാളുടെ കണ്ണുകളിൽ എങ്ങും പടർന്നിരുന്നു. തന്റെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം അയാൾ തോളിൽ ബാഗുമായി ഏലിയാമ്മയുടെ വീടിന് മുൻഭാഗത്തായി നടന്നു. തന്റെ മുഖം ഒരു കർച്ചീഫ് കൊണ്ട് മറച്ച ശേഷം അയാൾ ഗേറ്റിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് ഗേറ്റിനടുത്ത് എന്തോ അനക്കം കേട്ട സെക്യൂരിറ്റി അങ്ങോട്ട് തിരിഞ്ഞതും അയാളുടെ മുഖത്തിന് നേരെ എന്തോ ഒരു ദ്രാവകം വന്ന് പതിച്ചതും ഒരുമിച്ചായിരുന്നു. അയാൾ ബോധം മറഞ്ഞ് താഴേക്ക് വീണു. ശേഷം കയ്യിൽ കരുതിയിരുന്ന ബാഗിൽ നിന്നും ലാപ്ടോപ്പ് എടുത്ത ശേഷം അതിൽ എന്തോ ചെയ്തുകൊണ്ട് അത് തിരികെ ബാഗിലേക്ക് വെച്ചു. ബോധം മറഞ്ഞു കിടക്കുന്ന സെക്യൂരിറ്റിയെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി സെക്യൂരിറ്റിയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. ആ കത്തി വീണ്ടും വീണ്ടും അയാൾ ആ മുറിവിലൂടെ പായിച്ചു. സെക്യൂരിറ്റിയുടെ തല ഉടലിൽ നിന്നും വേർപെടുന്നതുവരെ അയാൾ തന്റെ പ്രവൃത്തി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സെക്യൂരിറ്റിയുടെ ചോരയുടെ മണം അയാളിലെ മൃഗത്തെ ഉണർത്താൻ പോന്നതായിരുന്നു. തന്റെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ചോര അയാൾ നാവുകൊണ്ട് നക്കിയെടുത്ത ശേഷം വീടിന്റെ പിന്നിലേക്ക് നടന്നു. ഏലിയാമ്മ തന്റെ മുറിയിലെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹാളിൽ നിന്നും എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ടവർ തന്റെ ജോലി പകുതി വെച്ച് നിർത്തിക്കൊണ്ട് മുറിയിൽ നിന്നും ഹാളിലേക്ക് ചെന്നു. സംശയകരമായ ഒന്നും തന്നെ കാണാൻ സാധിക്കാത്ത അവർ തിരികെ റൂമിലേക്ക് പോകാനായി പിന്നിലേക്ക് തിരിഞ്ഞതും തൊട്ടു മുൻപിൽ പാതിവെന്ത മുഖവുമായി ഒരു രൂപം നിൽക്കുന്നത് കണ്ടവർ ഭയന്ന് പിന്നിലേക്ക് വീണു. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? ഭയത്തിൽ അവർ ചോദിച്ചു. മറുപടിയായി ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടോടെ അയാൾ ഗ്ലൗസിട്ട തന്റെ കയ്യിലിരുന്ന സിറിഞ്ച് അവരുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. ബോധം മറഞ്ഞു വീണ അവരെ തന്റെ തോളിലെടുത്തിട്ട ശേഷം അയാൾ വീടിന് പിന്നിലുള്ള വാതിലിൽ കൂടി പുറത്തിറങ്ങിയ ശേഷം തന്റെ വണ്ടിയിലിരുന്ന ബോക്സുകൾ മാറ്റി അതിനു താഴെയുള്ള അറയിലേക്ക് അവരുടെ ശരീരം വെച്ചു. വീണ്ടും ആ ബോക്സുകൾ ശരിയായി എടുത്തു വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ലെഫ്റ്റ് എടുത്ത് സിഗ്നൽ ജംഗ്ഷനിലേക്ക് തിരിഞ്ഞു. ഇതേ സമയം അതേ സിഗ്നൽ ജംഗ്ഷനിൽ എത്ര നേരായി ഈ കൊതുകടിയും കൊണ്ട് നിൽക്കുന്നു? അവനിനി ഈ വഴിക്കെങ്ങാനും വരുമോ? ഡ്യൂട്ടിയിൽ നിന്ന ഒരു പോലീസുകാരൻ കൂടെയുള്ള ആളോട് ചോദിച്ചു. ഇത്രയും പോലീസുകാർ ഉറക്കം വിളിച്ച് കാവൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുവെട്ടിച്ച് ഒന്നും ചെയ്യാൻ ഒരുത്തരും ധൈര്യപ്പെടില്ല, അയാൾ പറഞ്ഞു. എടോ, ദേ ഒരു കാർ വരുന്നു, നിർത്തി ചെക്ക് ചെയ്തിട്ട് വിട്ടാ മതി, അയാൾ ആ കാറിന് കൈകാണിച്ചുകൊണ്ട് പറഞ്ഞു. കാറിൽ 3 പയ്യന്മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നീയൊക്കെ ഈ രാത്രിയിൽ ആരെ കൊല്ലാൻ പോയിട്ട് വരുവാടാ? അയാൾ ചോദിച്ചു. ഏയ്, കൊല്ലാനോ? ഞങ്ങളിവിടെ രാജഗിരി കോളേജിലെ സ്റ്റുഡൻസ് ആണ് സാർ. ഇവിടെ അടുത്ത് സെക്കൻഡ് ഷോയ്ക്ക് പോയതാണ്, അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു. അവർ അപ്പോഴേക്കും കാർ ചെക്ക് ചെയ്തിരുന്നു. കിടന്ന് കറങ്ങാതെ വേഗം വീട്ടിൽ പോകാൻ നോക്കടാ, അതും പറഞ്ഞ് അയാൾ ആ കാറ് പറഞ്ഞു വിട്ടു. അവർ പോയതും പോലീസുകാർ തങ്ങളുടെ സംസാരം വീണ്ടും തുടർന്നു. ദാസാറേ, ഇറച്ചിക്കോഴിയും കൊണ്ട് വണ്ടി വരുന്നുണ്ട്, കൈ കാണിക്കടോ, അയാൾ പറഞ്ഞതും മറ്റേയാൾ വണ്ടി കൈകാണിച്ചു നിർത്തി. വണ്ടി ഓടിച്ചിരുന്ന ആളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ച് നോക്കിയ അയാൾ ഞെട്ടി. പാതിബന്ധ മുഖം കാട്ടി അയാൾ ചിരിച്ചു. താനീ മുഖം കാണിച്ച് ആളെ പേടിപ്പിച്ചു കൊല്ലുമോ? അയാൾ ചോദിച്ചു. മറുപടിയായി വണ്ടി ഓടിച്ചിരുന്ന ആൾ വീണ്ടും ചിരിച്ചു കാണിച്ചു. എടോ, അയാളുടെ മുഖത്ത് നോക്കി നിൽക്കാതെ വണ്ടിയിൽ എന്താണെന്ന് നോക്ക്. എങ്ങോട്ടേക്കാലോട്? പോലീസുകാരൻ ചോദിച്ചു. സർ, ഇവിടെ അടുത്ത് പാലാരിവട്ടത്തെ ഒരു ഇറച്ചിക്കടയിലേക്കാണ്. നാടൻ കോഴിയാ സാറേ, സാറിന് വേണോ? അയാൾ ചോദിച്ചു. സാറേ, വണ്ടി മുഴുവൻ കോഴി മാത്രമേ ഉള്ളൂ, പരിശോധിച്ചിറങ്ങിയ പോലീസുകാരൻ പറഞ്ഞു. അവന്റെ ഒരു കോഴി, എടുത്തുകൊണ്ട് പോടോ നിന്റെ ഈ പാട്ട വണ്ടി, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാണ്. അവിടെ നിന്നും അയാളുടെ വണ്ടി മുന്നോട്ട് നീങ്ങിയതും ചുണ്ടിൽ ക്രൂരമായ ചിരി വിടർന്നു. കുറേ ദൂരം എത്തിയ ശേഷം അയാൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടത്തിന് മുമ്പിൽ തന്റെ വണ്ടി നിർത്തി. കോഴികൾ ഇരിക്കുന്ന ബോക്സ് മാറ്റിയ ശേഷം അതിനടിയിലെ ഭാഗം തുറന്ന് ഏലിയാമ്മയെ എടുത്ത് തന്റെ ചുമലിലിട്ടു. പിന്നീട് ഇരുട്ടു നിറഞ്ഞ മുറിയുടെ അകത്തേക്ക് കയറി. അവരെ അവിടെ കിടന്ന മേശയ്ക്ക് മുകളിലായി കൈയും കാലും കെട്ടിയിട്ട ശേഷം വായിൽ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായി പ്ലാസ്റ്റർ ഒട്ടിച്ചു. അയാൾ തന്റെ പിന്നിലെ അലമാര തുറന്ന് അതിലിരുന്ന മരുന്ന് സിറിഞ്ചിലാക്കിയ ശേഷം
അവരുടെ കഴുത്തിൽ വീണ്ടും കുത്തിയിറക്കി. ഒരു ഞരക്കത്തോടെ ഏലിയാമ്മ കണ്ണു തുറന്നു. തന്റെ കൈയും കാലും അനക്കാൻ കഴിയാത്ത വിധം കെട്ടിയിരിക്കുകയാണ് എന്ന് അവർ അപ്പോളാണ് തിരിച്ചറിഞ്ഞത്. വെൽക്കം ടു ഹെൽ, തന്റെ അടുത്തുനിന്ന രൂപം പറയുന്നത് കേട്ട് അവർ അയാളുടെ മുഖത്തേക്ക് നോക്കി. പാതിവെന്ത ആ മുഖം കണ്ട് അവരെ വീണ്ടും ഭയം വരിഞ്ഞ് മുറുക്കാൻ തുടങ്ങി. ഹേയ്, ബി കൂൾ. അവസാന നിമിഷങ്ങളിൽ ആശ്വാസത്തോടെ വേണം മരിക്കാൻ. ഈ മുഖമാണോ പ്രശ്നം? അതും പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ മുഖത്ത് ഒട്ടിച്ചിരുന്ന മാസ്ക് ഊരി മാറ്റി. ദാ കണ്ടില്ലേ, ഇത്രയുള്ളൂ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു രക്തക്കുതി പൂണ്ട പിശാചിന്റെ ഭാവം കൈവന്നിരുന്നു. അവരുടെ കണ്ണുകളിൽ തന്നെ ഒന്നും ചെയ്യരുത് എന്ന് അയാളോട് യാചിച്ചു. പക്ഷേ ഈ സമയം അയാൾ തന്റെ ഇരയെ കൊല്ലുന്നതിനുള്ള തയ്യാറെടുപ്പുകളിൽ ആയിരുന്നു. അവരുടെ ശരീരത്തിലെ വസ്ത്രം അയാൾ വലിച്ചു കീറി. നിമിഷങ്ങൾക്കുള്ളിൽ അവരെ നഗ്നയാക്കി മാറ്റി. അതിനുശേഷം തന്റെ കയ്യിലിരുന്ന ട്രിമ്മർ ഉപയോഗിച്ച് അവരുടെ ശരീരത്തിലെ രോമങ്ങളെല്ലാം തന്നെ മാറ്റി. തലയിലെ മുടിയും ട്രിം ചെയ്ത് മാറ്റിയ ശേഷം അവരെ നോക്കി. അവരുടെ കണ്ണിൽ അപ്പോൾ കാണാൻ കഴിഞ്ഞത് തന്നെ നഗ്നയാക്കിയതുകൊണ്ടുള്ള വിഷമമാണോ അതോ തന്നെ കൊല്ലാൻ പോകുന്നതിലുള്ള ഭയമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവമായിരുന്നു. അയാൾ ബ്ലേഡ് എടുത്ത് അവരുടെ വയറിൽ ആഴത്തിൽ വരഞ്ഞു. അതിന്റെ വേദന കൊണ്ട് അവർ പുളയുന്നത് അയാൾ നോക്കി രസിച്ചു. അവർ എന്തോ പറയാൻ ശ്രമിച്ചുവെങ്കിലും വായ് മൂടി വെച്ചിരിക്കുന്നത് കൊണ്ട് വ്യക്തമായി കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ ആരെന്നാണോ നിങ്ങൾക്കറിയേണ്ടത് ഏലിയാമ്മേ? അവർ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി. ഞാൻ ഞാൻ നിന്നെ യമപുരിക്കയക്കുന്ന കാലൻ. അതും പറഞ്ഞ് അയാൾ വീണ്ടും വീണ്ടും അവരുടെ ശരീരഭാഗങ്ങളിൽ തന്റെ കൊതി തീരുവോളം മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആ മുറിവുകളിൽ നിന്നും രക്തം ധാരാളമായി ഒഴുകിക്കൊണ്ടേയിരുന്നു. അതിന്റെ കൂടെ അവരുടെ കണ്ണുകളും മയങ്ങാൻ തുടങ്ങിയിരുന്നു. ഉറങ്ങിക്കോളൂ ഏലിയാമ്മേ, ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞയക്കും. അതും പറഞ്ഞുകൊണ്ട് അയാൾ മേശയ്ക്കു കീഴെ വെച്ചിരുന്ന കൂർത്ത ആയുധമെടുത്ത ശേഷം അവരുടെ കഴുത്തിന്റെ ഭാഗത്തായി കുത്തിയിറക്കിക്കൊണ്ട് നേരെ താഴേക്ക് കുത്തിക്കീറി. അവരുടെ ശരീരത്തിൽ നിന്നും കൊഴുത്ത രക്തം മേശയ്ക്ക് മുകളിലേക്ക് പടർന്നു തുടങ്ങിയിരുന്നു. ചൂട് ചോരയുടെ ഗന്ധം അയാളെ മത്തുപിടിപ്പിക്കാൻ തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ ഗ്യാസ് കട്ടർ എടുത്ത ശേഷം അവരുടെ മുഖത്തേക്ക് അത് ഉപയോഗിച്ചു. മാംസം കരിച്ചു തുടങ്ങി. വെന്തു തൂങ്ങിയ മുഖത്തെ മാംസം താഴേക്ക് വീഴുന്ന കാഴ്ച കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ആ മുറി എങ്ങും പച്ചമാംസം കരിയുന്ന മണവും ചോരയുടെ ഗന്ധവും കൊണ്ട് നിറഞ്ഞു തുടങ്ങി. അവരുടെ ശരീരം കണ്ടാൽ അത് മനുഷ്യൻ തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ അയാൾ ആ ശരീരം വികൃതമാക്കി തീർത്തു. അയാൾ തന്റെ ദേഷ്യം മുഴുവൻ ആ ശരീരത്തിൽ കാണിച്ചു. ഗ്യാസ് കട്ടർ മാറ്റിവെച്ച ശേഷം തറയിൽ നിന്നും അറുക്കവാൾ എടുത്തുകൊണ്ട് അവരുടെ തലഭാഗം കഴുത്തിൽ നിന്നും മുറിച്ചു മാറ്റി. അവരുടെ ശരീരം മുഴുവൻ ചോരയിൽ കുതിർന്നു തുടങ്ങി. അയാൾ അവരുടെ തല അറക്കവാൾ കൊണ്ട് വീണ്ടും വീണ്ടും തുണ്ടം തുണ്ടമായി മുറിച്ചു തുടങ്ങി. ആ മുറിച്ചു മാറ്റിയ പാതികരിഞ്ഞ മാംസകഷ്ണങ്ങൾ മറ്റൊരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് മാറ്റി. ഉടൽ ആരുടേതാണെന്ന് പോലും തിരിച്ചറിയാനാകാത്ത ആ രൂപത്തെ നോക്കി അയാൾ പൊട്ടിച്ചിരിച്ചു. തന്റെ പിന്നിൽ 7 പേരുടെ ഫോട്ടോ ഒട്ടിച്ച ചുമരിലെ ഏലിയാമ്മയുടെ ഫോട്ടോയ്ക്ക് നേരെ അയാൾ ചുവന്ന മഷി ഉപയോഗിച്ച് വെട്ടിയിട്ടു. ഇനി 5. ആ ഫോട്ടോകളിലേക്ക് നോക്കി ക്രൂരമായി ചിരിക്കുമ്പോഴും അയാളുടെ ഉള്ളിലെ രക്തദാഹിയായ മൃഗത്തിന്റെ വിശപ്പ് അടങ്ങിയിരുന്നില്ല. പിറ്റേന്ന് രാവിലെ 7 മണി, നോർത്ത് പോലീസ് സ്റ്റേഷൻ. വെൽഡൺ രാജേഷ്, ഇന്ന് ഈ സമയം വരെ ഇ എന്ന ആൽഫബറ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു അഡ്വക്കേറ്റും മിസ്സായിട്ടില്ല. അവനേറ്റ ആദ്യത്തെ തോൽവി, CI പ്രതാപ് പറഞ്ഞു. ശരിയാണ് സാർ, നമ്മുടെ ഫോഴ്സ് ഇന്നലെ നൈറ്റ് മുഴുവൻ ഉറങ്ങാതെ എല്ലായിടത്തും പെട്രോളിംഗ് നടത്തി. എല്ലാ വാഹനങ്ങളും നന്നായി ചെക്ക് ചെയ്ത് തന്നെയാണ് വിട്ടയച്ചതും. നമ്മുടെ പോലീസ് ഷാഡോ ചെയ്ത ഇ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന 12 അഡ്വക്കേറ്റ്സും സുരക്ഷിതരാണ്. ഈ തോൽവിയിൽ ഉടൻ തന്നെ അവൻ അവന്റെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കും എന്ന കാര്യം ഉറപ്പാണ്. അതിൽ അവന് അണുവിട പിഴക്കാതെ ഇരിക്കില്ല. അവനെ നമ്മൾ പിടിക്കും സർ, ഉറപ്പ്, SI രാജേഷ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പെട്ടെന്ന് രാജേഷിന്റെ ഫോൺ റിംഗ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്ത അയാളുടെ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ഒരുപോലെ കുഴച്ചു. ഫോൺ വെച്ചതും അവൻ തന്റെ സീറ്റിൽ തളർന്നിരുന്നു. വാട്ട് ഹാപ്പൻ രാജേഷ്?
സിഐ ചോദിച്ചു. അവൻ മറുപടി പറയാൻ കഴിയാതെ നിസ്സഹായതോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. പിന്നീട് കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി. എന്തുപറ്റി രാജേഷ്? എന്താണെങ്കിലും വി ഹാവ് എ സൊല്യൂഷൻ. സോറി സർ. അടുത്ത ആളെയും അവൻ കൊണ്ടുപോയി. റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഏലിയാമ്മ ചാക്കോ. വാട്ട്? ഇതെങ്ങനെ സംഭവിച്ചു രാജേഷ്? സിഐ പ്രതാപ് ചോദിച്ചു. സോറി സർ. ഇ എന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റിന്റെ ലിസ്റ്റ് മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ള ഓൾഡ് ലിസ്റ്റ് അവർ സോർട്ട് ചെയ്തതിൽ അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ വിവരം അവർ എന്നെ വിളിച്ചു പറഞ്ഞത് കുറച്ചു മുൻപ് മാത്രമാണ്. പക്ഷേ അവൻ ആരെയും കൊണ്ടുപോയിരുന്നില്ല എന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് ഞാൻ അത് അത്ര കാര്യമായി എടുത്തില്ല. പക്ഷേ ഇപ്പോൾ രാജേഷ് വാക്കുകൾ കിട്ടാതെ തല താഴ്ത്തി. ഇത്ര സമയം കഴിഞ്ഞിട്ടും അയാൾ ബോഡി എവിടെയും ഡംപ് ചെയ്തതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. സോ എല്ലായിടത്തും, എസ്പെഷ്യലി ആൾക്കാർ കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പോലീസിന്റെ കണ്ടുവേണം. അതേസമയം രാജേഷ്, താൻ ആദ്യം കൊല്ലപ്പെട്ട ഡിവൈഎസ്പിയും ഇപ്പോൾ കടത്തപ്പെട്ട ഏലിയാമ്മയും തമ്മിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒരുപക്ഷെ ഏതെങ്കിലും കേസിന് വിധി പറയുകയോ അതല്ലെങ്കിൽ അയാൾ കണ്ടെത്തിയ കേസിൽ അവർ പ്രോസിക്യൂട്ടറായി ഇരുന്നിട്ടുണ്ടോ എന്ന് എല്ലാം ഡീറ്റെയിൽ ആയ ഒരു അന്വേഷണം ഒന്നും വിട്ടുകളയരുത്, സിഐ പറഞ്ഞു. ഓക്കെ സർ. പെട്ടെന്ന് ഓഫീസ് ഫോൺ റിംഗ് ചെയ്തു. സിഐ പ്രതാപ് ഫോൺ എടുത്തതും അതിലെ വാർത്ത കേട്ട് അയാളുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. ഓക്കെ, ഞാനിപ്പോൾ എത്താം. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഒന്നും മനസ്സിലാകാതെ നിന്ന പോലീസുകാർ പരസ്പരം നോക്കി. സർ, അവൻ വീണ്ടും? രാജേഷ് സംശയത്തോടെ ചോദിച്ചു. യെസ് രാജേഷ്, അവരുടെ ബോഡി കണ്ടുകിട്ടി. ഇത്തവണ അവൻ ബോഡി ഡംപ് ചെയ്തത് ഫറോമ പള്ളി സിമിത്തേരിയിലാണ്. അവിടുത്തെ സ്റ്റേഷൻ ഇൻചാർജുള്ള SI ഷമീറാണ് ഇപ്പോൾ വിളിച്ചത്. യു ഗൈസ് വിൽ ക്യാരി ഓൺ. ഞാൻ സ്പോട്ടിൽ നിന്നും തിരിച്ചെത്തുമ്പോഴേക്കും അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിരിക്കണം. അതും പറഞ്ഞ് പ്രതാപ് തൊപ്പി വീണ്ടും തലയിൽ വെച്ച ശേഷം തന്റെ ജീപ്പിൽ കയറി. പള്ളി സിമിത്തേരി. ഏലിയാമ്മ ചാക്കയുടെ നഗ്നമായ തലയില്ലാത്ത ഉടൽ ഒരു കല്ലറയ്ക്ക് മുകളിലെ കുരിശിൽ ഇരു കൈകളിലും ആണിയടച്ച് തറച്ച നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ആ മൃതദേഹം ആരുടെയെന്ന് തിരിച്ചറിയാത്ത നിലയിൽ ശരീരം വികൃതമാക്കപ്പെട്ടിരുന്നു. ആ കുരിശിനു താഴെ ഇങ്ങനെ എഴുതിയിരുന്നു: പാപത്തിന്റെ ശമ്പളം മരണമാണ്. സിഐ പ്രതാപ് തന്റെ ജീപ്പ് പള്ളി സിമിത്തേരിയിലേക്ക് വെളിയിലായി നിർത്തിയ ശേഷം പുറത്തേക്കിറങ്ങി. സിഐയെ കണ്ടതും SI ഷമീർ വന്ന് സല്യൂട്ട് ചെയ്തു. ഷമീർ, എനി എവിഡൻസ്? നോ സർ, ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് ബ്രൂട്ടൽ കില്ലിംഗ്. ശരിക്കും എന്റെ 5 വർഷത്തെ സർവീസിനിടയിൽ ഇത്രയും ഭീകരമായ ഒരു മരണം ഞാൻ കണ്ടിട്ടില്ല. ബോഡി ഏലിയാമ്മയുടേത് തന്നെ എന്ന് അവരുടെ അടുത്ത ഒരു ബന്ധു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കൊലപാതകത്തിലേതുപോലെ തന്നെ ഇതിലും തലയില്ല സർ, ഷമീർ പറഞ്ഞു. സിഐ പ്രതാപ് എല്ലാം മൂളി കേട്ടുകൊണ്ട് സിമിത്തേരിക്കകത്തേക്ക് തന്നെ നടന്നു. ഏലിയാമ്മയുടെ ശരീരം കണ്ടതും അയാളുടെ ഉള്ളൊന്നു വിറങ്ങലിച്ചു. ഓ ഗോഡ്, പ്രതാപ് അറിയാതെ വിളിച്ചുപോയി. അധിക നേരം ആ ദൃശ്യം കാണാൻ ഉള്ള ശക്തിയില്ലാതെ അയാൾ തന്റെ മുഖം തിരിച്ചു. ഫോറൻസിക് ടീം എവിടെ? പ്രതാപ് ചോദിച്ചു. ദാ സാർ, ഡെഡ് ബോഡിക്ക് പിന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പ്രതാപ് പറഞ്ഞു. എനി ക്ലൂസ് ഡോക്ടർ തോമസ്? പ്രതാപ് ചോദിച്ചു. നോ സർ, ആദ്യ കൊലപാതകത്തേക്കാൾ മൃഗീയമായാണ് ഇയാൾ ഈ കൊല ചെയ്തിരിക്കുന്നത്. ഒരുതരം ആസ്വദിച്ചുള്ള കൊലപാതകം. എനിക്ക് തോന്നുന്നു അയാൾക്ക് ഈ സമയം കൊണ്ട് ഇതൊരു ലഹരിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. ബെറ്റർ യു ക്യാച്ച് ഹിം ഫാസ്റ്റ് സർ, അല്ലെങ്കിൽ ഇനിയും ഈ സീരീസിൽ കൊലപാതകങ്ങൾ തുടരും. താങ്ക്സ് ഡോക്ടർ, സിഐ പ്രതാപ് പറഞ്ഞു. എനി CCTV ഫുട്ടേജ് ഷമീർ? നോ സർ, ഇത് അത്ര വലിയ പള്ളിയൊന്നുമല്ല സർ. ഈ ഭാഗത്തെ ആൾക്കാർ മാത്രമാണ് ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ സിമിത്തേരിയിൽ കുറച്ചുനാൾ മുൻപ് വരെ അടക്കും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചു മാറി ഒരു വലിയ പള്ളി വന്നതോടുകൂടി എല്ലാം അവിടെയാണ്, ഇവിടെ ഒന്നുമില്ല. ഒരുപക്ഷെ അതുകൊണ്ടാകും അയാൾ ഈ സ്ഥലം തന്നെ ബോഡി ഡംപ് ചെയ്യാനും തിരഞ്ഞെടുത്തത്, ഷമീർ പറഞ്ഞു. ബോഡി ആരാ കണ്ടത്? ആരാണെന്നറിയില്ല സർ. ഒരു ഇന്റർനെറ്റ് കോളായിരുന്നു. ഇവിടെ വന്നപ്പോൾ അങ്ങനെ ആരെയും കണ്ടില്ല. ഐ തിങ്ക് ദി കില്ലർ ഹിംസെൽഫ്. എക്സാക്ട്ലി. ഈ ബോഡി നമ്മൾ എത്രയും വേഗം കണ്ടെത്തുക എന്നത് അവന്റെ ആവശ്യമായിരുന്നു.
നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാതെ വെറും പാവകളെ പോലെ നിൽക്കുന്നത് അവന് കണ്ടു രസിക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ കൊണ്ടിട്ട് അവൻ തന്നെ നമ്മളെ വിളിച്ചറിയിച്ചത്. അവൻ മുഴുവൻ പോലീസ് ഫോഴ്സിനെയാണ് വെല്ലുവിളിക്കുന്നത്, പ്രതാപ് പറഞ്ഞു. പെട്ടെന്ന് അവിടെ തിരിഞ്ഞുകൊണ്ടിരുന്ന പോലീസുകാരിൽ ഒരാൾ ഒരു മൊബൈൽ കൊണ്ടുവന്ന് പ്രതാപിന്റെ കയ്യിൽ കൊടുത്തു. സർ, ഇത് ബോഡിക്ക് പിന്നിലുള്ള വഴിയിലെ പുല്ലിനടിയിൽ നിന്നും കിട്ടിയതാണ്. ചെക്ക് ചെയ്തതിൽ നിന്നും ഇത് കൊല്ലപ്പെട്ട ഇലിയാമ്മയുടെ ഫോൺ തന്നെയാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ബട്ട് സിം മിസ്സിംഗ് ആണ് സർ. അതും പറഞ്ഞ് അയാൾ സല്യൂട്ട് ചെയ്ത ശേഷം തിരികെ പോയി. ഈ ഫോണിൽ സിം ഉണ്ടെങ്കിൽ അതിന്റെ ലൊക്കേഷൻ വെച്ച് നമുക്ക് ഈസിയായി അവന്റെ താവളം ട്രാക്ക് ചെയ്യാൻ പറ്റിയേനെ. അതുകൊണ്ടാണ് അവൻ ഇത്തരമൊരു രീതി തിരഞ്ഞെടുത്തത്. ഉറപ്പായും ഈ ഫോണിൽ നിന്ന് തന്നെയാകും അവൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാവുക. ഈ ഫോൺ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സിന് നൽകണം. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, എന്നാലും നമ്മുടെ സൈഡിൽ നിന്നും യാതൊരു പിഴവും ഉണ്ടാകരുത്. ആ സിം അവൻ ഈ സമയം കൊണ്ട് നശിപ്പിച്ചിരിക്കും. ആ നമ്പർ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ സൈബർ സെല്ലിനോട് പറയണം. ഇവിടുത്തെ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കൂ. ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ലെറ്റ് മീ നോ, CI പ്രതാപ് പറഞ്ഞു. ഓക്കെ സർ. SI ഷമീർ സല്യൂട്ട് നൽകി. നോർത്ത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. എന്തായി രാജേഷ്, ഞാൻ പറഞ്ഞ ഫയൽസ് എല്ലാം പരിശോധിച്ചോ? CI പ്രതാപ് ചോദിച്ചു. യെസ് സർ, ബട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇവരെ രണ്ടുപേരെയും തമ്മിൽ കണക്ട് ചെയ്യാവുന്ന യാതൊരു കേസും ഉണ്ടായിട്ടില്ല. അവർ അഡ്വക്കേറ്റ്സ് ആയിരുന്നപ്പോഴും ജഡ്ജായിരുന്നപ്പോഴും റോയ് സാർ അന്വേഷിച്ച ഒരു കേസിലും അവർ ബന്ധപ്പെട്ടിട്ടില്ല. ഇറ്റ്സ് എ ഡെഡ് എൻഡ് സാർ. ആകെ ഇവർ തമ്മിൽ കണ്ടത് ഒരു CCTV ഫുട്ടേജ് ഉണ്ട്. അത് എലിയാമ്മ ചാക്കോയുടെ ജസ്റ്റിസായി റിട്ടയർ ചെയ്ത ശേഷം അപ്പോഴുള്ള ഒരു ഫെയർവെൽ പാർട്ടി നടത്തിയിരുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഏകദേശം ഉന്നതരായ എല്ലാ ഉദ്യോഗസ്ഥരെയും ഹൈക്കോർട്ടിലെ ടോപ്പ് വക്കീലന്മാരെയും ഉൾപ്പെടുത്തി അവർ നടത്തിയ ഒരു പാർട്ടി. അതിലും സംശയിക്കത്തക്കതായി ഒന്നുമില്ല, രാജേഷ് പറഞ്ഞു. ഇതുവരെയുള്ള കളിയിൽ നമ്മൾ തോറ്റിരിക്കുന്നു അല്ലേ രാജേഷ്? എല്ലാ കേസിലും ഒരു ദൈവത്തിന്റെ ഒപ്പ് കാണും. ഇവിടെ നടന്ന 2 കൊലയിലും അങ്ങനെയൊന്ന് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. എ പെർഫെക്റ്റ് ക്രൈം, CI പ്രതാപ് പറഞ്ഞു. വാട്ട് നെക്സ്റ്റ് സാർ? ഇനി ചെയ്യാനുള്ളത് അവനല്ലേ. അടുത്ത അവന്റെ ക്ലൂ. ഈ ലെറ്റേഴ്സ് കിട്ടിയ പരാതിപ്പെട്ടി എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഈ പരാതി ലഭിച്ചത് നമ്മൾ പാലാരിവട്ടം വെച്ച കംപ്ലൈന്റ് ബോക്സിൽ നിന്നാണ്. പക്ഷേ ആദ്യത്തെ പരാതി ലഭിച്ചത് കടവന്ത്ര കാനറ ബാങ്ക് ATMന് അടുത്ത ബോക്സിൽ നിന്നാണ് സർ. എന്താ സാർ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ആ ഏരിയയിലുള്ള CCTV പരിശോധിച്ചാൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്റെ മനസ്സ് പറയുന്നു. വേറെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ബോക്സ് വെച്ചിട്ടുണ്ടോ? ഇല്ല സാർ, നമ്മുടെ സ്റ്റേഷന്റെ പരിധിയിൽ ഇവിടെ 2 മാത്രമാണുള്ളത്. ഓക്കെ, ആ 2 ബോക്സ് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മുടെ 2 ആൾക്കാരെ വീതം മഫ്തിയിൽ ഡ്യൂട്ടിക്കിടണം. അവൻ ഫോളോ ചെയ്തു വരുന്ന പാറ്റേൺ ഇതാണെങ്കിൽ അടുത്തതിൽ അവൻ കുടുങ്ങും, CI പ്രതാപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സർ, ആ പാലാരിവട്ടം ഏരിയയിൽ CCTV ഒന്നുമില്ല. പിന്നെയുള്ളത് കാനറ ബാങ്ക് ATM അടുത്താണ്. അവരുടെ ഓഫീസിൽ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മുഴുവൻ വിഷ്വൽസിന്റെയും കോപ്പി എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റബിൾ ഗോപാലേട്ടൻ പറഞ്ഞു. അതിലൊന്നിൽ അവനുണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു, രാജേഷ് പറഞ്ഞു. പെട്ടെന്ന് ഓഫീസിനകത്തേക്ക് ഒരു ഡെലിവറി ബോയ് കയറി വന്നു. സർ, ഫുഡോ? ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. രാജേഷ് സംശയത്തോടെ അയാളെ നോക്കി. അറിയില്ല സർ, സിഗ്നലിൽ നിന്ന ഒരു പോലീസ് ഓഫീസർ ഇതിവിടെ തരാൻ പറഞ്ഞു. എന്തായാലും തുറന്നു നോക്ക് രാജേഷ്, പ്രതാപ് പറഞ്ഞു. രാജേഷ് ആ പൊതി തുറന്നതും നല്ല ബീഫ് റോസ്റ്റിന്റെ മണം അവിടെ എങ്ങും പരന്നു. സർ, പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ്. പക്ഷേ ഇതാരാണ് ഓർഡർ ചെയ്തത് എന്ന് മാത്രം അറിയില്ല, രാജേഷ് പറഞ്ഞു. തനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതല്ലേടോ, അവരിലാരെങ്കിലും തന്നതാണെങ്കിലോ? പ്രതാപ് രാജേഷിനെ കളിയാക്കുന്നത് പോലെ പറഞ്ഞു. എനിക്ക് വിശപ്പില്ല സർ, നിങ്ങൾ കഴിച്ചോ. ആ പാഴ്സൽ അവിടെ വെച്ചുകൊണ്ട് രാജേഷ് പറഞ്ഞു. എന്നാൽ സാറൊന്ന് മാറി നിൽക്കൂ, എനിക്ക് ഭയങ്കര വിശപ്പ്. ഞാനൊന്ന് കഴിക്കട്ടെ. ഗോപാലേട്ടൻ അത് പറഞ്ഞുകൊണ്ട് ആ പൊതി തുറന്ന് ഒരു കഷ്ണം ബീഫ് റോസ്റ്റ് എടുത്ത് വായിലേക്ക് വെച്ചതും പുറത്തേക്ക് ഛർദ്ദിച്ചതും ഒരുമിച്ചായിരുന്നു. സാറേ, ഇതിനെന്തോ രുചിവ്യത്യാസം പോലെ, അയാൾ പറഞ്ഞു. പെട്ടെന്ന് രാജേഷിന്റെ ഫോൺ ബെൽ ചെയ്തു. സർ, ഒരു ഇന്റർനെറ്റ് കോളാണ്. താൻ സ്പീക്കറിലിട്, പ്രതാപ് പറഞ്ഞു.
രാജേഷ് ഫോണെടുത്ത് സ്പീക്കറിലിട്ടതും അപ്പുറത്തു നിന്നും ഒരു ചിരി മുഴങ്ങിക്കേട്ടു. എന്റെ ഫുഡ് ഇഷ്ടപ്പെട്ടോ സാർ? മനുഷ്യമാംസത്തിന് ഇത്രയും രുചിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ സാറുമാരെ? അയാൾ ചോദിച്ചതും അവിടെ കൂടി നിന്നവർ എല്ലാം ഞെട്ടി. ആരാടാ നീ? രാജേഷ് അലറി. ചൂടാകാതെ സാറേ, എന്നെ തേടിയല്ലേ നിങ്ങൾ അലയുന്നത്? എന്റെ ഒരു ഗിഫ്റ്റ് ഞാനതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗെയിം ലെവൽ 2-0. ഇനിയും എന്നെ നിരാശനാക്കരുത്. അതും പറഞ്ഞ് ഒരു പൊട്ടിച്ചിരിയോടെ ഫോൺ കട്ടായി. സർ, അപ്പോൾ ഏലിയാമ്മയുടെ കാണാതായ തല? അവൻ? അത് പറഞ്ഞു തീർന്നതും വാഷ് ബേസിൽ നിന്നും ഗോപാലേട്ടൻ ഓക്കാനിക്കുന്ന ശബ്ദം മുഴങ്ങിക്കേട്ടു. ഹീസ് എ ഡെവിൾ. അവരുടെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടിനുറുക്കി കറിവെച്ച് നമുക്ക് അയച്ചു തന്നിരിക്കുന്നു. ഈ ഡെലിവറി ബോയ് ഇവനെ വിടരുത്, പ്രതാപ് പറഞ്ഞു. ഇതൊക്കെ കണ്ട് ഡെലിവറി ബോയ് ആകെ ഭയന്നു നിൽക്കുകയായിരുന്നു. പറയടാ, ആരാ ഇത് നിനക്ക് തന്നത്? നീ അവന്റെ ആളല്ലേ? രാജേഷിന്റെ സ്വരം ഉയർന്നു. അയ്യോ അല്ല സാറേ, എനിക്കയാളെ അറിയാൻ കൂടി മേല. ഒരു മുഖം മറച്ച പോലീസ് ഓഫീസറാണ് ഈ പൊതി തന്നിട്ട് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. ബാക്കിയൊന്നും എനിക്കറിയില്ല സാർ. അവൻ ഭയന്ന് കരച്ചിൽ തുടങ്ങിയിരുന്നു. PC, ഇവനെ തൽക്കാലം അങ്ങോട്ടേക്ക് മാറ്റിയിരുത്ത്. ഞാൻ വന്നിട്ട് വിട്ടാൽ മതി, രാജേഷ് പറഞ്ഞു. സർ, അവൻ പറഞ്ഞ ക്ലൂ എന്തായിരിക്കും? അയാൾ ചോദിച്ചു. ഈ സമയം പ്രതാപ് ആ കവറിൽ കൊലയാളി പറഞ്ഞ ക്ലൂവിനു വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ താൻ ഉദ്ദേശിച്ചത് കണ്ടെത്തിയെന്ന പോലെ അയാളുടെ മുഖം തെളിഞ്ഞു. രാജേഷ്, ലുക്ക് ഹിയർ. ആൽഫബറ്റ് ഡിക്ക് ചുറ്റും ഒരു റൗണ്ട്. അതിനടുത്ത് തന്നെ ഒരു പ്ലസ് സിമ്പൽ. തനിക്കെന്തെങ്കിലും മനസ്സിലായോ? പ്രതാപ് ചോദിച്ചു. സർ, അത് കണ്ടിട്ട് ഹോസ്പിറ്റലിന്റെ സിമ്പൽ പോലെ തോന്നുന്നില്ലേ? തോന്നലല്ല രാജേഷ്, ഇറ്റ്സ് കറക്റ്റ്. ഇനി കൊല്ലപ്പെടാൻ പോകുന്നത് D എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ഡോക്ടറാണ്. ആരായിരിക്കും അയാൾ? രാജേഷ്, താൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ D എന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന പേരുകളുള്ള ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഉടൻ തയ്യാറാക്കണം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നവരും റിട്ടയറായി ക്ലിനിക് പ്രാക്ടീസ് ചെയ്യുന്നവരും തുടങ്ങി മുഴുവൻ ലിസ്റ്റും തയ്യാറാക്കണം. കഴിഞ്ഞ തവണ ഉണ്ടായ അബദ്ധം ഇത്തവണ ആവർത്തിക്കരുത്. എല്ലാ ഹോസ്പിറ്റലുകളിലും CCTV വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇതെല്ലാം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നടന്നിരിക്കണം. നമ്മൾ വൈകുന്തോറും കൊലയാളിക്ക് രക്ഷപ്പെടാൻ നമ്മളായി തന്നെ അവസരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല സർ, ഇനി ഇത്തരത്തിൽ ഒരു പിഴവ് നമ്മുടെ സൈഡിൽ നിന്നും ഉണ്ടാകില്ല. ഞാൻ തന്നെ നേരിട്ട് പോയി ലിസ്റ്റ് കളക്ട് ചെയ്തോളാം, രാജേഷ് പറഞ്ഞു. ഓക്കെ രാജേഷ്, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. അവനിലേക്ക് എത്താൻ കഴിയുന്ന ചെറിയ തെളിവെങ്കിലും നമുക്ക് ഇത്തവണ കിട്ടിയേ പറ്റൂ, CI പ്രതാപ് എന്തോ ആലോചിച്ചുകൊണ്ടെന്ന പോലെ പറഞ്ഞു. സർ, ഡിയിൽ തുടങ്ങുന്ന എല്ലാ ഡോക്ടേഴ്സിന്റെയും ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവരിൽ ഈ 5 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇവരുടെ ക്ലിനിക്കുകളിൽ വാച്ച് ചെയ്യാൻ വേണ്ടി മഫ്തിയിൽ നമ്മുടെ 2 ആൾക്കാരെ വീതം അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയിക്കത്തക്കതായി ഉണ്ടായാൽ ഉടനെ നമുക്ക് വിവരം ലഭിക്കും. ബാക്കിയുള്ള ഹോസ്പിറ്റലിലെ CCTV എല്ലാം പ്രവർത്തനക്ഷമമാണെന്ന് നമ്മുടെ ടെക്നിക്കൽ ടീം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിലുള്ള ഡിയിൽ തുടങ്ങുന്ന ഡോക്ടേഴ്സ് ഇവർ 10 പേരാണുള്ളത്. 3 പേർ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിൽ, 2 പേർ അമൃത മെഡിക്കൽ കോളേജ്, ഒരാൾ ലൂർദ്. ബാക്കിയുള്ള 5 പേരിൽ 3 പേരും ആസ്റ്ററിലും ഒരാൾ ലേക്ക് ഷോറിലും ഒരാൾ ഗോകുലം മെഡിക്കൽ കോളേജിലുമാണുള്ളത്. മാത്രമല്ല എല്ലാവർക്കും ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് തന്നെ കൊടുക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുമുണ്ട്. എല്ലായിടത്തും നമ്മുടെ ഒരു ഫുൾ ടീം ഷാഡോ ചെയ്യുന്നുണ്ട്. അവരുടെ കണ്ണുവെട്ടിച്ച് ഒരു കൊല ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ് സാർ. ഇത്തവണ അവന് രക്ഷപ്പെടാൻ കഴിയില്ല, രാജേഷ് പറഞ്ഞു. അത് പറയുമ്പോഴും പ്രതാപിന്റെ ഉള്ളിൽ ഇത്തവണയും തങ്ങൾ തോറ്റുപോയേക്കുമോ എന്നൊരു ഭയം ഇല്ലാതിരുന്നില്ല. ഗോകുലം ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനടുത്തുള്ള വഴിയിലൂടെ അയാൾ അകത്തേക്ക് നടന്നു. വഴിയരികിലിരിക്കുന്ന ഭിക്ഷക്കാരനല്ലാതെ മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. രാത്രിയുടെ നിശബ്ദത എങ്ങും തളം കെട്ടി നിന്നു. ചുണ്ടിലെരിയുന്ന സിഗരറ്റ് കാനയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അയാൾ ഉള്ളിലേക്ക് നടന്നു. താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഡോക്ടറിന്റെ ഡ്രസ്സും സ്റ്റെതസ്കോപ്പും എടുത്ത് അണിഞ്ഞ് ഫേസ് മാസ്ക് ഉപയോഗിച്ച് തന്റെ മുഖം മറച്ച ശേഷം അയാൾ ഒബ്സർവേഷൻ റൂമിലേക്ക് നടന്നു. ഒബ്സർവേഷൻ റൂമിൽ ഒരു ദിവസത്തെ നിരീക്ഷണത്തിനു വേണ്ടി അഡ്മിറ്റ് ചെയ്തതാണ് മുൻ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ മൂവാറ്റുപുഴ MLA ഡേവിഡ് ജോണിനെ. പാർട്ടിയിലെ മാതൃകാ നേതാവെന്നും കരുത്തനെന്നും ജനങ്ങളും പാർട്ടി അനുഭാവികളും ഒരുപോലെ വാഴ്ത്തിപ്പാടുന്ന ആളാണ് ഡേവിഡ് ജോൺ. പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ
തനിക്കായി സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന ഡേവിഡിനെ നിർബന്ധിച്ചാണ് പാർട്ടി ആരോഗ്യമന്ത്രിയായി നിയമിച്ചത്. കേരള കോൺഗ്രസിലെ പകരക്കാരനില്ലാത്ത നേതാവ് ഡേവിഡ് ജോൺ. രാജ്യസഭാ മീറ്റിംഗിനിടയിൽ കുഴഞ്ഞുവീണ ഡേവിഡിനെ ഒരു ദിവസത്തെ ഒബ്സർവേഷന് വേണ്ടിയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ ഒബ്സർവേഷൻ റൂമിന് മുൻപിലെത്തിയതും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസർ ഉണർന്നു. ഷോ യുവർ ഐ ഡി, അയാൾ പറഞ്ഞു. ദാ സർ. ഡോക്ടർ ആദം ജോൺ വർഗീസ്, MBBS. പോലീസുകാരൻ ഐ ഡിയിലെ പേര് വായിച്ചു. ഓക്കെ ഡോക്ടർ. അയാൾ റൂമിന്റെ വാതിൽ തുറന്നുകൊടുത്തു. ഡോക്ടർ അകത്ത് കയറിയതും അയാൾ വാതിലടച്ച ശേഷം വീണ്ടും തന്റെ സീറ്റിൽ വന്നിരുന്ന് മയങ്ങാൻ തുടങ്ങി. അകത്തേക്ക് കയറിയതും ഉറങ്ങിക്കിടന്നിരുന്ന ഡേവിഡിന്റെ അടുത്തേക്ക് അയാൾ നടന്നു. ഡേവിഡ്, ഡേവിഡ്. അയാൾ ഡേവിഡിനെ പതിയെ തട്ടി വിളിച്ചു. ആരാ? ഉറക്കത്തിലായിരുന്ന ഡേവിഡ് തന്റെ കണ്ണുകൾ ആയാസപ്പെട്ട് പാതി തുറന്നുകൊണ്ട് ചോദിച്ചു. കോൾ ഫ്രം ഹെൽ. അതും പറഞ്ഞുകൊണ്ട് അയാൾ തന്റെ കയ്യിലിരുന്ന സിറിഞ്ച് ഡേവിഡിന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. അവിടെ കിടന്നിരുന്ന വീൽചെയറിലേക്ക് ഡേവിഡിനെ എടുത്തു വെച്ച ശേഷം അത് തള്ളിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഡോക്ടർ, സാറിനെ എവിടെ കൊണ്ടുപോകുന്നു? പോലീസുകാരൻ ചോദിച്ചു. കുറച്ച് സ്കാൻ കൂടി ചെയ്യാനുണ്ട് സാർ. മുഖത്ത് വെച്ചിരുന്ന ഫേസ് മാസ്ക് ഊരാതെ തന്നെ അയാൾ മറുപടി പറഞ്ഞു. ഞാനും വരുന്നു. നടന്നുള്ളൂ ഡോക്ടർ. അതും പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരനും അയാളുടെ ഒപ്പം നടന്നു തുടങ്ങി. ലിഫ്റ്റിന് മുൻപിലെത്തി അത് തുറന്ന ശേഷം അവർ ലിഫ്റ്റിനകത്തേക്ക് പ്രവേശിച്ചു. വിച്ച് ഫ്ലോർ ഡോക്ടർ? പോലീസുകാരൻ ചോദിച്ചു. ഗ്രൗണ്ട് ഫ്ലോർ. മറുപടി ലഭിച്ചതും അയാൾ ലിഫ്റ്റിലെ 0 എന്ന ബട്ടൺ അമർത്തി. ലിഫ്റ്റ് അവിടെയും കൊണ്ട് താഴേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്റെ പോക്കറ്റിൽ കരുതിയിരുന്ന സിറിഞ്ചെടുത്ത് അയാൾ ആ പോലീസുകാരന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. അപ്രതീക്ഷിതമായുള്ള ആക്രമണം ആയതിനാൽ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ അയാൾ ബോധം മറഞ്ഞ് താഴേക്ക് വീണു. ലിഫ്റ്റ് 2nd ഫ്ലോർ എത്തിയതും ഡേവിഡിനെയും കൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. സ്ലീപ്പ് വെൽ സർ. ലിഫ്റ്റിനുള്ളിൽ ബോധം മറഞ്ഞു കിടക്കുന്ന പോലീസുകാരനെ നോക്കി പറഞ്ഞ ശേഷം ഡേവിഡിനെയും കൊണ്ട് മുന്നോട്ട് നടന്ന് മോർച്ചറി എന്ന് എഴുതിയ വാതിലിന് മുമ്പിലായി നിന്ന ശേഷം അയാൾ ആ ബോർഡ് നോക്കി ചിരിച്ചു. ഇറ്റ്സ് ടൈം ഡേവിഡ്. ബോധമില്ലാതെ ഇരിക്കുന്ന ഡേവിഡിന്റെ ചെവിയിലായി അയാൾ മന്ത്രിച്ചു. ആ വാതിൽ തുറന്ന ശേഷം ഡേവിഡിനെയും കൊണ്ട് അകത്തു കയറി. ആ വാതിൽ അകത്തു നിന്നും അയാൾ ലോക്ക് ചെയ്തു. വീൽചെയറിലിരുന്ന ബോധമില്ലാത്ത ഡേവിഡിന്റെ ശരീരം ഗ്ലൗസ് ഇട്ടിരുന്ന തന്റെ കൈ ഉപയോഗിച്ച് പൊക്കിയെടുത്ത് ഒരു ഡെഡ് ബോഡിക്കരികിലായി കിടത്തിയ ശേഷം അയാളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു. അതിനുശേഷം കയ്യിൽ കരുതിയിരുന്ന മറ്റൊരു സിറിഞ്ച് ഡേവിഡിന്റെ കഴുത്തിലേക്ക് അയാൾ കുത്തിയിറക്കി. ഒരു ഞെരുക്കത്തോടെ കണ്ണു തുറന്ന ഡേവിഡിന് തന്റെ കൈയും കാലും അനക്കാൻ ശ്രമിച്ചു. എങ്കിലും കഴിഞ്ഞില്ല. നോക്കണ്ട ഡേവിഡ് സർ, അതനങ്ങില്ല. തന്റെ ബോഡിയിൽ ഞാൻ ഇപ്പോൾ ഇഞ്ചക്ട് ചെയ്ത മെഡിസിൻ പ്രവർത്തിച്ചു തുടങ്ങി. നൗ യു ആർ പാരലൈസ്ഡ്. കുറച്ചു സമയത്തിനുള്ളിൽ തന്റെ ബോഡിയിലെ രക്തയോട്ടം കുറയും. ഹാർട്ടിലെ ബ്ലഡ് പമ്പിംഗ് നിൽക്കും. തന്റെ തലയ്ക്കുള്ളിലെ നെർവിൽ ഒരു ബ്രേക്ക് അനുഭവപ്പെട്ടു തുടങ്ങുമ്പോൾ അപ്പോൾ മുതൽ താൻ വേദന കൊണ്ട് പുളയും. ഒടുവിൽ തന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് തിരിച്ചുകൊണ്ടുള്ള പെയിൻഫുൾ ഡെത്ത്. പക്ഷേ അതൊക്കെ സംഭവിക്കാൻ ഇനിയും അരമണിക്കൂർ സമയമുണ്ട്. അതുവരെ തന്നെ ഞാൻ വേദനിപ്പിക്കും. ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഡേവിഡ് നിനക്ക്? അയാൾ ചോദിച്ചു. ഡേവിഡ് ഉണ്ട് എന്ന അർത്ഥത്തിൽ തലയാട്ടി. എങ്കിൽ വിളിച്ചോളൂ. നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ, ഈ സാത്താന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ നിനക്ക് ഈ അവസാന നിമിഷങ്ങളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ ഡേവിഡ്. അതും പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഡേവിഡിന്റെ നെഞ്ചിനു താഴേക്ക് ആഴത്തിൽ കുത്തിയിറക്കി. അതിന്റെ വേദനയിൽ ഡേവിഡ് പുളയുന്നത് കണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. നിന്റെ ഈ വേദന എന്നെ മത്തുപിടിപ്പിക്കുന്നു ഡേവിഡ്. അതും പറഞ്ഞുകൊണ്ട് അയാൾ അതിനു താഴെയായി വീണ്ടും ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി. ഡേവിഡ് ആകട്ടെ ഒന്ന് അലറിക്കരയാൻ പോലും ആകാതെ, അനങ്ങാൻ ആകാതെ കിടന്നു. അയാൾ വീണ്ടും വീണ്ടും മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഡേവിഡിന്റെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോപാത്തിന്റെ ഉന്മാദാവസ്ഥയിലെത്തിയിരുന്നു അയാൾ അപ്പോഴേക്കും. മരണഭയം നിന്റെ ഈ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നു. നീ കണ്ണുകൾ തുറന്ന് ശരിക്കും കാഴ്ചകൾ കണ്ടോളൂ ഡേവിഡ്. കാരണം നീ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന അവസാനത്തെ കാഴ്ച ഈ ഞാനായിരിക്കും. അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാൾ തന്റെ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ്
ഡേവിഡിന്റെ വലത്തു കണ്ണിലേക്ക് കുത്തിക്കയറ്റി. അയാളുടെ കണ്ണിൽ നിന്നും ചോര പുറത്തേക്ക് തെറിച്ചു. ഡേവിഡിന് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. വേദന കൊണ്ട് അയാൾ കിടന്നു പൊളഞ്ഞു. വീണ്ടും അയാളുടെ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉയർന്നു പൊങ്ങി. ഇത്തവണ അത് ഡേവിഡിന്റെ ഇടത് കണ്ണിലേക്കായിരുന്നു. ഇരു കണ്ണുകളിൽ നിന്നും ചോര ഒഴുകുന്നത് കണ്ട അയാൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് തന്റെ വിരലുപയോഗിച്ച് സർജിക്കൽ ബ്ലേഡിൽ പറ്റിയിരുന്ന ഡേവിഡിന്റെ ചോര നാവിലേക്ക് വെച്ചു. നീ മരിക്കാൻ സമയമായിട്ടില്ല. ആ വേദനയ്ക്ക് മുമ്പേ നിന്റെ ശരീരം വെന്തുപോകുന്ന വേദന നീ അറിയണം. അതും പറഞ്ഞ് അയാൾ കയ്യിലിരുന്ന കവറിൽ നിന്നും ഒരു കുപ്പി എടുത്ത ശേഷം അതിന്റെ അടപ്പ് തുറന്നു. ഇതെന്താണെന്ന് അറിയുമോ നിനക്ക്? സൾഫ്യൂരിക് ആസിഡ്. ആസിഡുകളിൽ ഏറ്റവും വീര്യം കൂടിയവ. ഇതിന്റെ വേദന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിനക്കത് ഇപ്പോൾ മനസ്സിലാകും. അതും പറഞ്ഞ് ആ കുപ്പിയിലെ മുഴുവൻ ആസിഡും അവൻ ഡേവിഡിന്റെ മുഖത്തേക്ക് കമിഴ്ത്തി. വെന്ത് വികൃതമായ ഡേവിഡിന്റെ മുഖം നോക്കി അയാൾ പൊട്ടിച്ചിരിച്ചു. ടൈം അപ്പ്. ഇപ്പോൾ നിന്റെ തലയിലെ ഞരമ്പുകളിൽ ആ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കും. അയാൾ അത് പറഞ്ഞു തീരും മുമ്പ് തന്നെ ഡേവിഡിന്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. അവന്റെ അവസാന നിമിഷങ്ങൾ ഒരു സിനിമ കാണുന്ന ആസ്വാദകനെ പോലെ അയാൾ നോക്കി രസിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വായിൽ നിന്നും കൊഴുത്ത രക്തം പുറത്തേക്ക് വന്നതും ഡേവിഡ് അയാളുടെ കണ്ണുകൾ എന്നേക്കുമായി അടച്ചു. ഒരുപക്ഷെ അവസാന നിമിഷം അനുഭവിച്ച വേദനകളിൽ നിന്നുള്ള മോക്ഷമാകാം ആ മരണം. അയാൾ തന്റെ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ഡേവിഡിന്റെ തല അറുത്തുമാറ്റിയ ശേഷം ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കി പുറത്തിട്ടുകൊണ്ട് മോർച്ചറിയുടെ പിൻവാതിലിൽ കൂടി ചൂളമടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഹോസ്പിറ്റലിന് പിന്നിലെ വഴിയിൽ കൂടി അയാൾ പുറത്തേക്കിറങ്ങി നടന്നു. സർ, എന്തെങ്കിലും തരണേ, വഴിയിൽ മൂടിപ്പുതച്ചിരുന്ന ഭിക്ഷക്കാരൻ കാലിന്റെ അനക്കം കേട്ട് പറഞ്ഞു. അയാളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം പോക്കറ്റിൽ നിന്നും ഒരു 2000-ന്റെ നോട്ട് പുറത്തേക്കെടുത്ത് അയാൾ ആ ഭിക്ഷക്കാരന്റെ കയ്യിൽ കൊടുത്ത ശേഷം ആ പ്ലാസ്റ്റിക് ബാഗ് അയാളുടെ അടുത്തേക്ക് വെച്ചുകൊണ്ട് ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടും പാടി മുന്നോട്ട് നടന്നു. ഇതേ സമയം ഹോസ്പിറ്റൽ ലിഫ്റ്റിനുള്ളിൽ ബോധമില്ലാതെ കിടന്നിരുന്ന പോലീസുകാരനെ ഹോസ്പിറ്റൽ സ്റ്റാഫ് കണ്ടെത്തി. അയാൾ ഫോണെടുത്ത് പുറത്തുനിന്ന പോലീസുകാരനെ വിവരമറിയിച്ചു. കുറച്ചു സമയത്തിനു ശേഷം ഗോകുലം ഹോസ്പിറ്റൽ. ഈ സംഭവം നടന്നത് എപ്പോഴാണ്? നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ CI പ്രതാപ് ചോദിച്ചു. സർ, 11 മണിക്ക് ശേഷമാണ്. ഡോക്ടർ വേഷത്തിൽ വന്ന ഒരാൾ ഡേവിഡ് സാറിനെ സ്കാൻ ചെയ്യാൻ എന്ന പേരിൽ കൊണ്ടുപോകുന്നു. കൂടെ പോയ ഓഫീസറെ ലിഫ്റ്റിൽ ബോധം കെടുത്തിയ ശേഷം അയാളുമായി കടന്നുകളയുന്നു, രാജേഷ് പറഞ്ഞു. ഡാമിറ്റ്, ഇത്രയും പോലീസ് സെക്യൂരിറ്റിയുള്ള ഹോസ്പിറ്റലിൽ തന്നെ അവൻ വന്നു അയാളെയും കൊണ്ട് പോകുന്നു. 1 മണിക്കൂറിന് ശേഷം തലയില്ലാത്ത ബോഡി മോർച്ചറിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി, പ്രതാപ് പറഞ്ഞു. യെസ് സാർ. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു. പക്ഷേ അയാൾ ഫേസ് മാസ്ക് ഉപയോഗിച്ച് കവർ ചെയ്തിരുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല. ഇതുപോലെയുള്ള ഹോസ്പിറ്റലിൽ ഫേസ് മറച്ചു നടക്കുന്നത് ആരും സംശയിക്കില്ലല്ലോ. പോരാത്തതിന് ഡോക്ടർ വേഷത്തിലും. രാവിലെ മുതൽ ഈ സമയം വരെ മാടിനെ പോലെ പണിയെടുത്ത നമ്മൾ, രാജേഷ് പറഞ്ഞു. അയാൾ ഏതുവഴിയാകും രക്ഷപ്പെട്ടിരിക്കുക എന്നതിനെക്കുറിച്ച് ഇനി ഐഡിയ? സർ, ഈ മോർച്ചറിക്ക് പിന്നിലായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്കുണ്ട്. അതിനു പിന്നിൽ കാടാണ്. അതുവഴി പോയാൽ ഈ ഹോസ്പിറ്റലിന് പിന്നിലുള്ള വഴിയിലെത്താം. ഞാൻ നമ്മുടെ ആൾക്കാരെ ആ വഴി അയച്ചിട്ടുണ്ട്. രാജേഷ് പറഞ്ഞു തീരും മുമ്പ് തന്നെ ഫോൺ ബെൽ ചെയ്തു. യെസ്, കിട്ടിയോ? എവിടെ? ഓ ഷിറ്റ്. നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ഞാനും സാറും കൂടി ഇപ്പോൾ അങ്ങോട്ടെത്താം. അതും പറഞ്ഞ് രാജേഷ് ഫോൺ വെച്ചു. എന്താ രാജേഷ്? പ്രതാപ് ചോദിച്ചു. സർ, അയാളുടെ തല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിന് പിന്നിലെ വഴിയിലിരുന്ന ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ അയാൾ ആ തല അടങ്ങിയ ബാഗ് ഉപേക്ഷിച്ചു. അയാൾ ഈ ഭിക്ഷക്കാരന് 2000 രൂപയും നൽകി എന്നാണ് ചോദ്യം ചെയ്തതിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എങ്കിൽ അയാളോട് ചോദിച്ചാൽ കില്ലറിന്റെ ഏകദേശ രൂപം നമുക്ക് ലഭിക്കില്ലേ? പ്രതാപ് വീണ്ടും ചോദിച്ചു. നോ സർ, അവിടെയും വിധി നമുക്ക് എതിരാണ്. ഹീസ് ബ്ലൈൻഡ്. വാട്ട്? പ്രതാപ് അയാളോടുള്ള ദേഷ്യം തീർക്കാൻ എന്ന പോലെ ഭിത്തിയിലേക്ക് തന്റെ കൈകൾ ആഞ്ഞിടിച്ചു. പിറ്റേ ദിവസം SP ഓഫീസ്. ഇറ്റ്സ് ഇനഫ് മിസ്റ്റർ പ്രതാപ്. ഇതിനോടകം അവൻ കൊന്നു തള്ളിയിരിക്കുന്നത് 3 പേരെയാണ്. അതും സമൂഹത്തിൽ തന്നെ ഉന്നത നിലയിലുള്ള ആളുകളെ. ഇന്നലത്തെ മരണം കൂടി ആയപ്പോൾ ഇത് കേന്ദ്രത്തിലടക്കം വലിയ തോതിൽ ഇഷ്യൂ ആയിട്ടുണ്ട്. താൻ അടക്കമുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സും ഉറക്കമിളച്ചത് മിച്ചം. അവൻ കൊല്ലാനുള്ള ആൾക്കാരെയെല്ലാം കൊന്നുതള്ളി എൻ്റെയർ പോലീസ് ഫോഴ്സിനെയാണ് വെല്ലുവിളിക്കുന്നത്.
ഇത്രയും പോലീസുകാർ ഉണ്ടായിട്ട് കൂടി ഒരാളെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ താനൊക്കെ ഈ കാക്കി ഊരി മാറ്റി വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത്. SP ഭദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. സർ, ഞാനടക്കമുള്ള എല്ലാ പോലീസുകാരും ഈ കേസിന് പിന്നാലെ ഓടാൻ തുടങ്ങിയതു മുതൽ വിശ്രമമില്ലാതെ ജോലി മാത്രമാണ്. ഇന്നലെ രാത്രി പോലും ആരും ഒരുപോള കണ്ണടച്ചിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ എങ്ങനെയാണ് ഇത്ര സമ്മർദ്ദമായി കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന് ഒരു സൂചന പോലുമില്ല. എല്ലാ കേസിലും ഒരു ഗോഡ് സിഗ്നേച്ചറെങ്കിലും ഉണ്ടാകും. ഇതിൽ അങ്ങനെ യാതൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. സാറിന് വേണമെങ്കിൽ എന്നെ അന്വേഷണത്തിൽ നിന്നും മാറ്റി മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാം. പക്ഷേ ഞങ്ങൾ ഈ ചെയ്യുന്നതിൽ കൂടുതലൊന്നും അയാൾക്കും ചെയ്യാനുണ്ടാകില്ല എന്ന് സാറിന് ഞാൻ ഉറപ്പുതരാം. പ്രതാപ് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു. ഐ നോ പ്രതാപ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി കേസുകൾ തെളിയിച്ചിട്ടുള്ള ഒരു എഫിഷ്യന്റ് ഓഫീസറാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് തന്നെ ഏൽപ്പിച്ചതും. പക്ഷേ നമുക്ക് വേണ്ടത് ഇതിനു പിന്നിലെ ആളെയാണ്. അതിനുവേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനിയും ഇത് തുടർന്നാൽ തന്നെ ഈ അന്വേഷണത്തിൽ നിന്നും മാറ്റി കേസ് കേന്ദ്രത്തിൽ നിന്നുള്ള ആരെയെങ്കിലും അവർ ഏൽപ്പിക്കും. അതിനു മുമ്പ് താൻ ഈ കേസ് തെളിയിക്കണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അതിനുവേണ്ടി തനിക്ക് എന്ത് മാർഗവും യൂസ് ചെയ്യാം. SP ഭദ്രൻ പറഞ്ഞു. സർ, ഈ കേസിൽ പുറത്തുനിന്ന് ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. സർ, അതിന് പെർമിഷൻ തന്നാൽ എനിക്കുറപ്പുണ്ട് അയാൾക്ക് നമ്മളെ ഈ കേസിൽ സഹായിക്കാൻ പറ്റുമെന്ന് പ്രതാപ് പറഞ്ഞു. ആരാണെങ്കിലും തനിക്കുറപ്പുണ്ടെങ്കിൽ അയാളെ കൂടി ഉൾപ്പെടുത്താം. ബട്ട് ഐ നീഡ് റിസൾട്ട്, SP പറഞ്ഞു. അയാളെ കൊണ്ട് ഇതിന് കഴിയും സർ. എൻ്റെ ഒരു സുഹൃത്താണ്. ഫേമസ് മെന്റലിസ്റ്റും ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവുമാണവൻ. ഓക്കെ പ്രതാപ്, തനിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്, SP പറഞ്ഞു. ഓക്കെ സർ, താങ്ക്സ്. പ്രതാപ് തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സല്യൂട്ട് നൽകിയ ശേഷം തിരികെ നടന്നു. പ്രതാപ്, 1 സെക്കൻഡ്. എന്താ അയാളുടെ പേര്? സൂര്യനാരായണ വർമ്മ. 2 ദിവസത്തിന് ശേഷം നോർത്ത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. നീ എന്താ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? പ്രതാപിന് മുൻപിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് സൂര്യ ചോദിച്ചു. ഇറ്റ്സ് സംതിങ് ബിഗ്. എന്ന് വെച്ചാൽ എന്റെയും ഈ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിമിംഗലം. അവനെ പൂട്ടാനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്, പ്രതാപ് പറഞ്ഞു. നീ കാര്യം തെളിച്ചു പറ. കുറച്ചു നാളുകളായി പത്രത്തിലും ടിവിയിലുമൊക്കെ വരുന്ന വാർത്ത നീയും കണ്ടു കാണുമല്ലോ. മൃഗീയമായ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു സീരിയൽ കില്ലർ. ഈ സീരീസിൽ അവൻ ഇതുവരെ 4 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരാൾ ഒരു പാവം സെക്യൂരിറ്റിയാണ്. പക്ഷേ ബാക്കി കൊല്ലപ്പെട്ട 3 പേരും സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരായതുകൊണ്ട് തന്നെ ഒരു റിയൽ ഹൈ പ്രൊഫൈൽ കേസായി ഇത് മാറി. 3 ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ഡേവിഡ് ജോണാണ് ഈ സീരീസിൽ ഇതുവരെയുള്ള അവസാനത്തെ ആൾ. ഡേവിഡിന്റെ മരണത്തോടുകൂടി ഈ കേസ് കേന്ദ്രത്തിൽ വലിയ തോതിൽ സംസാര വിഷയമായിട്ടുണ്ട്. കേരള പോലീസിന് തന്നെ ഈ കേസ് ഒരു ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. എനിക്ക് ഈ കേസിൽ വളരെയധികം പ്രഷറുണ്ട്. ഇനിയും ഇത് തുടർന്നാൽ കേരള പോലീസിന്റെ എൻറ്റയർ ഫോഴ്സിന് തന്നെ ഈ കേസ് ഒരു തീരാ കളങ്കമായി മാറും. അതുകൊണ്ട് നിന്റെ ഒരു സഹായം ഈ കേസിൽ എനിക്ക് ആവശ്യമാണ്. ഇതിനു മുമ്പ് ഇതുപോലെയുള്ള 1-2 കേസുകൾക്ക് നീ എന്നെ രഹസ്യമായി സഹായിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ നിന്റെ സഹായം തേടിയത്. പക്ഷേ ഈ കേസിൽ രഹസ്യമായല്ല, പരസ്യമായി തന്നെ നിനക്കിടപെടാം. മുകളിൽ നിന്നും അതിനുള്ള പെർമിഷൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നീ കൂടെ നിൽക്കില്ലേ? പ്രതാപ് ചോദിച്ചു. CI പ്രതാപിനെ സഹായിക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ എൻ്റെ സുഹൃത്ത് പ്രതാപിനെ ഒരു ആപത്തിൽ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് മാത്രം ഞാനിത് ഏറ്റെടുക്കുന്നു. അതിനു മുമ്പ് എനിക്ക് ഈ കേസിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയണം. ഫുൾ കേസ് ഫയൽ വിത്ത് യുവർ ഫൈൻഡിങ്സ്. എങ്കിൽ മാത്രമേ എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റൂ, സൂര്യ പറഞ്ഞു. CI പ്രതാപ് തന്റെ മുമ്പിലിരുന്ന ബെല്ലിൽ കൈതട്ടിയതും ഗോപാലേട്ടൻ ഉള്ളിലേക്ക് കയറി വന്നു. എടോ, താൻ പോയി ആ രാജേഷിനോട് ഇതുവരെയുള്ള ഈ കേസിന്റെ ഫയലുമായി ഇങ്ങോട്ട് വരാൻ പറയ്. ഓക്കെ സർ. അതും പറഞ്ഞ് ഗോപാലേട്ടൻ പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മുറിയുടെ അകത്തേക്ക് രാജേഷ് കടന്നുവന്നു. പ്രതാപിന് സല്യൂട്ട് നൽകിക്കൊണ്ട് അയാൾ കൊണ്ടുവന്ന ഫയൽ പ്രതാപിന്റെ കയ്യിൽ നൽകി. രാജേഷ്, ദിസ് ഈസ് സൂര്യനാരായണ വർമ്മ. മെന്റലിസ്റ്റും അതുപോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവുമാണ്. ഈ കേസിൽ നമ്മളെ സഹായിക്കാനായി ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്. എന്റെ കോളേജ് മുതൽക്കുള്ള സൗഹൃദമാണ് ഇവനുമായി. ആൻഡ് സൂര്യ, ദിസ് ഈസ് രാജേഷ്. SI ആണ്. സർവീസിൽ കയറിയിട്ട്
5 വർഷമായി. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ്. പ്രതാപ് അവരെ തമ്മിൽ പരിചയപ്പെടുത്തി. രാജേഷിന്റെ കുടുംബമൊക്കെ? സൂര്യ ചോദിച്ചു. അതിന് മറുപടി എന്നോണം അവനൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവന്റെ കണ്ണുകളിൽ മറഞ്ഞിരിക്കുന്ന നിരാശ സൂര്യ മനസ്സിലാക്കി. സൂര്യ, ഹീസ് ആൻ ഓഫൺ. പ്രതാപ് വിഷയം അവസാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. സൂര്യ, ഇതാണ് ഇതുവരെയുള്ള കേസിന്റെ ഡീറ്റെയിൽസ്. ഞങ്ങളുടെ കണ്ടെത്തലുകളും പിന്നെ ആ CCTV വിഷ്വൽസും ലെറ്റേഴ്സുമെല്ലാം ഇതിലുണ്ട്. നീ ഇതെല്ലാം വിശദമായി പഠിച്ചിട്ട് നാളെ മുതൽ നമുക്ക് തുടങ്ങാം. ശരി പ്രതാപ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഫയൽ ഞാൻ എടുക്കുന്നു. നിന്റെ താമസമൊക്കെ എവിടെയാണ്? പ്രതാപ് ചോദിച്ചു. ഉറപ്പിച്ചിട്ടില്ല. ഒരു ഹോട്ടൽ കണ്ടെത്തണം. എന്തിനാ വേറെ ഹോട്ടലൊക്കെ? ക്വാർട്ടേഴ്സിൽ രാജേഷ് തനിച്ചല്ലേ? നീ ഇവന്റെ കൂടെ നിന്നോ. അതാകുമ്പോ ഒഫീഷ്യൽ ഫയൽ പുറത്തുനിന്നും ഒരാൾക്ക് കൊടുത്തുവിട്ടു എന്ന പ്രശ്നവുമില്ല. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രാജേഷ്? നോ സർ, ഞാനവിടെ തനിച്ചല്ലേ. എന്നാൽ സൂര്യ, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. അന്ന് രാത്രി രാജേഷിന്റെ ക്വാർട്ടേഴ്സ്. ഞാൻ വന്നത് രാജേഷിന് ബുദ്ധിമുട്ടായോ? സൂര്യ ചോദിച്ചു. നോ സൂര്യ, സംസാരിച്ചിരിക്കാൻ ഒരാളായല്ലോ. ഫയൽസ് മുഴുവൻ നോക്കിക്കഴിഞ്ഞു? രാജേഷ് ചോദിച്ചു. യെസ് രാജേഷ്, പക്ഷേ ഒരു സ്ഥലത്തും കൊലയാളി യാതൊരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല എന്നത് എന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ഈ വിഷ്വൽസ് ഒന്ന് പ്ലേ ചെയ്യൂ. നോക്കാം അതിൽ നിന്നും എന്തെങ്കിലും കിട്ടിയാലോ എന്ന്. രാജേഷ് സൂര്യ പറഞ്ഞതുപോലെ തന്നെ ലാപ്ടോപ്പ് ഓണാക്കിയ ശേഷം വിഷ്വൽസ് പ്ലേ ചെയ്തു തുടങ്ങി. ഇത് കടവന്ത്ര കാനറ ബാങ്ക് ATMനടുത്തുള്ള CCTVയിൽ നിന്നുള്ള ദൃശ്യം. ക്യാമറയുടെ ഫോക്കസ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിലും തന്റെ മുഖം പതിയാതെയാണ് അയാൾ ലെറ്റർ അതിൽ ഇടുന്നത്. സി. അത് നിക്ഷേപിച്ച ശേഷം പിന്നിലേക്ക് നടക്കുന്നു. എവിടെയും അയാളുടെ മുഖം പതിഞ്ഞിട്ടില്ല. അതിൽ നോക്കിക്കൊണ്ട് രാജേഷ് പറഞ്ഞു. ഹേയ് സ്റ്റോപ്പ്. ഇതല്ല, ബാക്കിലേക്ക് പോ. ഇതൊന്ന് സൂം ചെയ്യൂ. ലോട്ടറി കച്ചവടക്കാരൻ. ഇതിലെന്താ? രാജേഷ് സൂര്യയെ നോക്കി ചോദിച്ചു. സി ദിസ് പൊസിഷൻ. അയാളുടെ ഏകദേശം മുമ്പിൽ കൂടിയാണ് ഇയാൾ പാസ് ചെയ്തു പോകുന്നത്. സോ ഉറപ്പായും ഈ മുഖം ചെറുതായെങ്കിലും ഈ കച്ചവടക്കാരൻ കണ്ടുകാണും. നിങ്ങൾ ഇയാളെ ചോദ്യം ചെയ്തിരുന്നോ? നോ സൂര്യ, അത്രയും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കില്ലറിനെ മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. നാളെ തന്നെ അയാളെ ചോദ്യം ചെയ്യാം. ഓക്കെ, ആ ഹോസ്പിറ്റലിന്റെ വിഷ്വൽസ് ഒന്ന് പ്ലേ ചെയ്യൂ. സൂര്യ പറഞ്ഞു. രാജേഷ് അതിനനുസരിച്ച് വിഷ്വൽസ് ലാപ്ടോപ്പിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. ഇതെന്താ ഇങ്ങനെ? ഒന്നുകൂടി പ്ലേ ചെയ്തേ. സൂര്യ പറഞ്ഞു. രാജേഷ് അതിനനുസരിച്ച് ഒന്നുകൂടി പ്ലേ ചെയ്തു. രാജേഷ് സ്റ്റോപ്പ്. ഇതൊന്ന് റിവൈൻഡ് ചെയ്തേ. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കണം. രാജേഷ് വീണ്ടും ആ വിഷ്വൽസ് പ്ലേ ചെയ്ത ശേഷം അതിൽ നോക്കിയിരുന്നു. എന്താ സൂര്യ? എനിക്കൊന്നും തോന്നുന്നില്ല, രാജേഷ് പറഞ്ഞു. സൂര്യ അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുന്നിലിരുന്ന മിനറൽ വാട്ടർ ബോട്ടിലിൽ നിന്നും വെള്ളം വായിലേക്ക് കമഴ്ത്തി. സി, ആ ക്ലോക്കൊന്ന് നോക്കിയേ. ഇതിനു മുൻപുണ്ടായിരുന്ന ഫൂട്ടേജിൽ ഈ CCTVയിൽ കാണിച്ച ക്ലോക്കിലെ ടൈം 10:45 പക്ഷേ 10 മിനിറ്റിന് ശേഷം കാണിക്കുന്ന ഫൂട്ടേജിൽ സമയം 9:45. തിരിച്ച് വീണ്ടും 20 മിനിറ്റിന് ശേഷം കാണിക്കുന്നത് 11:15. ഇത് ഫാബ്രിക്കേറ്റഡ് ആണ്. ഒന്നുകിൽ കില്ലർ അല്ലെങ്കിൽ ആശുപത്രിയിലെ ആൾക്കാർ. ഒന്നുറപ്പാണ്, ഈ ഫൂട്ടേജിൽ എന്തൊക്കെയോ എഡിറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. നാളെ തന്നെ അതിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തണം, സൂര്യ പറഞ്ഞു. പിറ്റേ ദിവസം കടവന്ത്ര കാനറ ബാങ്ക് ATM ഏരിയ. നിങ്ങളിവിടെ കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായി? CI പ്രതാപ് ചോദിച്ചു. അത് സാർ, ഒരു 3 വർഷമായിട്ടുണ്ടാകും. എന്റെ കാലിന് ഒരു അപകടം നടന്നപ്പോൾ മുതൽ ഞാനിവിടെ ഇരുന്നാണ് ലോട്ടറി വിൽക്കുന്നത്. അത്യാവശ്യം കച്ചവടം നടന്നു പോകുന്നുണ്ട്, അയാൾ പറഞ്ഞു. താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? സൂര്യയാണ് ഇത്തവണ ചോദിച്ചത്. 52 കഴിഞ്ഞു സർ. എന്താ കാര്യം? ലോട്ടറിക്കാരൻ ചോദിച്ചു. കുറച്ചു നാളുകളായി ഇവിടെ നടന്നുവരുന്ന ഒരു സീരിയൽ കില്ലർ കേസിനെ പറ്റി താനും കേട്ട് കാണുമല്ലോ. ഇതേവരെ അവൻ 4 പേരെയാണ് കൊന്നത്. യാതൊരു തെളിവും കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ ഈ CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒരു കാര്യം കണ്ടെത്തി. അയാൾ കത്തുകൾ കൊണ്ടിട്ട ദിവസം താൻ ഇവിടെയിരുന്ന് ലോട്ടറി വിൽക്കുന്ന കാര്യം ഞങ്ങൾ കണ്ടെത്തി. അയാളെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സഹായകമായേക്കും, പ്രതാപ് പറഞ്ഞു.
സർ, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവിടെ കുറേ ആൾക്കാരെ ദിവസേന കാണുന്നതുകൊണ്ടും ശരിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ലോട്ടറിക്കാരൻ പറഞ്ഞു. ദാ, ഈ വീഡിയോയിൽ കാണുന്ന ആളെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ നിങ്ങളെ കാണാം. അതാണ് നിങ്ങൾ ഇയാളെ കണ്ടിട്ടുണ്ടാകും എന്ന നിഗമനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. പ്രതാപ് പറഞ്ഞു. സർ, എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ അയാളുടെ മുഖം വ്യക്തമാകുന്നില്ല. എല്ലാം അവ്യക്തമാണ്. ഒരുപക്ഷെ ഒന്നുകൂടി അയാൾ കണ്ടാൽ ഞാൻ തിരിച്ചറിയും, അയാൾ പറഞ്ഞു. ശരി, ഇതാണെന്റെ നമ്പർ. ഇനി അയാളെ താൻ എവിടെ വെച്ച് കണ്ടാലും എന്നെ വിവരമറിയിക്കണം. അതും പറഞ്ഞ് പ്രതാപ് തന്റെ മൊബൈൽ നമ്പർ അയാൾക്ക് കൊടുത്ത ശേഷം സൂര്യയുമായി ജീപ്പിലേക്ക് മടങ്ങി. വാട്ട് നെക്സ്റ്റ് സൂര്യ? ഗോകുലം ഹോസ്പിറ്റൽ. അതിന്റെ MD-യെയും സെക്യൂരിറ്റി സ്റ്റാഫിനെയും നമുക്ക് ചോദ്യം ചെയ്യണം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ലഭിക്കാതെ ഇരിക്കില്ല. സൂര്യ പറഞ്ഞു തീരും മുമ്പ് തന്നെ പ്രതാപ് ജീപ്പിന്റെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞിരുന്നു. ഗോകുലം ഹോസ്പിറ്റൽ, വൈകുന്നേരം 5 മണി. ഗുഡ് ഈവനിംഗ് ഡോക്ടർ ജോർജ്. ഐ ആം CI പ്രതാപ് ആൻഡ് ഹീസ് മിസ്റ്റർ സൂര്യനാരായണ വർമ്മ. എന്റെ സുഹൃത്തും മെന്റലിസ്റ്റുമൊക്കെയാണ്. ഞങ്ങൾക്കുണ്ടായ ചില സംശയങ്ങൾ, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്, പ്രതാപ് പറഞ്ഞു. ഓക്കെ സാർ. എനിക്കറിയാം സൂര്യയെ. ഇദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം കുറച്ചുനാൾ മുൻപ് ദുബായിൽ വെച്ച് നടന്നപ്പോൾ ആ സദസ്സിൽ ഞാനുമുണ്ടായിരുന്നു. അന്നത്തെ ആ മൈൻഡ് റീഡിംഗ് ടെക്നിക് വാസ് ഓസം. താങ്കളെ ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും അന്നത്തെ തിരക്കിൽ കഴിഞ്ഞില്ല. എന്താണ് സാർ നിങ്ങൾക്കറിയേണ്ടത്? MD ഡോക്ടർ ജോർജ് പോൾ ചോദിച്ചു. മുൻ ആരോഗ്യമന്ത്രി ഡേവിഡ് ജോണിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നും CCTV ഫൂട്ടേജ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു. പക്ഷേ ആ കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ടെക്നിക്കൽ സ്റ്റാഫ്, അല്ലെങ്കിൽ അവരിൽ ഒരാൾ, ആ ദൃശ്യങ്ങളിൽ ചില എഡിറ്റിംഗ് നടത്തിയിരുന്നു. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല എന്നത് തന്നെയാണ് അതിന്റെ പ്രത്യേകതയും. എനിക്കറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഡോക്ടർ. ഒന്ന്, നിങ്ങളുടെ അറിവോടെയും സമ്മതത്തോടെയുമാണോ അത് നടന്നത്? 2, അതിനു പിന്നിൽ നിങ്ങളുടെ ടെക്നിക്കൽ ടീമിന്റെ ആളാണോ? അതിന്റെ കാരണം? ഇത് രണ്ടും പറഞ്ഞാൽ ഇനി ഇതിന്റെ പേരിൽ ഡോക്ടർക്ക് യാതൊരു ശല്യവും ഉണ്ടാകില്ല, പ്രതാപ് പറഞ്ഞു. വാട്ട് യു മീൻ? പോലീസാണെന്ന് കരുതി എന്തു തോന്നിയവാസവും പറയാമെന്നാണോ? നിങ്ങൾക്ക് തന്നതിൽ എന്ത് എഡിറ്റിംഗ് നടത്തിയെന്നാണ് താൻ പറയുന്നത്? ഇതൊരു വെൽ റെപ്യൂട്ടഡ് ഹോസ്പിറ്റലാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. സോ പ്ലീസ് ഗോ, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഓക്കെ ഡോക്ടർ, ജസ്റ്റ് വാച്ച് ദിസ് വീഡിയോ. ഇതിൽ ഈ ക്ലോക്കിലെ സമയം എങ്ങനെ 1 മണിക്കൂർ പിന്നിലേക്ക് പോയി? കൃത്യം 20 മിനിറ്റുകൾക്ക് ശേഷം എങ്ങനെയത് തിരികെ 11:15 വന്നു? ഇത് ചെയ്തവൻ ആരായിരുന്നാലും ഹീസ് ബ്രില്യൻ. പക്ഷേ ഇവിടെയുണ്ടായ ചെറിയ പിഴവ്, അതാണ് ഇതിനു കാരണം. ഇനിയും താങ്കൾക്ക് പറയാൻ ഉദ്ദേശമില്ല എങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ വഴിയെ തന്നെ നീങ്ങാം. വാ സൂര്യ, ഇറങ്ങാം. അതും പറഞ്ഞ് പ്രതാപ് എഴുന്നേറ്റതും ഡോക്ടറിന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് കണങ്ങൾ താഴേക്ക് പതിച്ചു. സർ പ്ലീസ്, ഇത് പുറത്താരും അറിയരുത്. അറിഞ്ഞാൽ എനിക്കാണ് പ്രശ്നം. നടന്നതെല്ലാം ഞാൻ താങ്കളോട് പറയാം. ഈ CCTV ഫൂട്ടേജ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഞാനാണ്. ഞങ്ങളുടെ തന്നെ ടെക്നിക്കൽ ടീമിലെ ഒരാളാണ് അത് ചെയ്തതും. ഡോക്ടർ തന്റെ വിയർപ്പ് കണങ്ങൾ കർച്ചീഫ് ഉപയോഗിച്ച് തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഡോക്ടർ നിങ്ങളത് ചെയ്തത്? സൂര്യ ചോദിച്ചു. അതേ ദിവസം രാത്രിയിൽ ഇവിടെ ഒരു ആക്സിഡന്റ് കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവർ കൊണ്ടുവന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ ഇല്ലാത്തതുകൊണ്ടും ആക്സിഡന്റ് കേസ് പോലീസിൽ അറിയിക്കാത്തതുകൊണ്ടും ഞങ്ങൾ അയാളെ തിരികെ അയക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ കൂടെ വന്നവർ തർക്കമായി. അവസാനം അയാളെ ICUയിലേക്ക് മാറ്റിയ ശേഷമാണ് ഡ്യൂട്ടി ഡോക്ടർ എത്തിയത്. പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അത് അറിഞ്ഞ കൂടെയുണ്ടായിരുന്ന ആൾക്കാരും സ്റ്റാഫും തമ്മിൽ വാക്കേറ്റമായി. അത് ഉന്തിലും തള്ളിലും കലാശിച്ചു. അവസാനം അയാളെ ICUയിലേക്ക് മാറ്റിയ ശേഷമാണ് ഡ്യൂട്ടി ഡോക്ടർ എത്തിയത്. പക്ഷേ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഈ വിവരം പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് തന്നെ ചീത്തപ്പേരാകും. അതുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഞാൻ മായ്ക്കാൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞു. അതെങ്ങനെ നിങ്ങളുടെ തെറ്റാകും ഡോക്ടർ? പ്രതാപ് ചോദിച്ചു. അത് നിങ്ങൾക്ക് ഈ ഫീൽഡിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇവിടെ എല്ലാ ഹോസ്പിറ്റൽസും തമ്മിൽ കോമ്പറ്റീഷനാണ്. അതിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജിനെ നശിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും മറ്റുള്ളവർ പാഴാക്കി കളയില്ല. അതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ ചെയ്തത് എന്ത് വലിയ തെറ്റാണെന്ന് അറിയാമോ ഡോക്ടർ? ഒരു പ്രതിയെ രക്ഷപ്പെടാനുള്ള അവസരം
നിങ്ങൾ അറിയാതെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത്? സർ, അയാളെ കാഷ്വാലിറ്റിയിൽ എത്തിക്കുമ്പോഴേക്കും 10:30 അയാൾ മരിച്ചത് ഏകദേശം 11 കൂടിയാണ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, ഡോക്ടർ പറഞ്ഞു. ആരായിരുന്നു മരിച്ചത്? സർ, അത് ഇതിനപ്പുറത്ത് തന്നെ പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിലെ പണിക്ക് വന്ന ബംഗാളികളിൽ ഒരാളായിരുന്നു. അവർ തന്നെയാണ് ഇവിടെ എത്തിച്ചതും. ഈ ഹോസ്പിറ്റലും ബിൽഡിങ്ങും തമ്മിൽ എത്ര ദൂരമുണ്ട്? സൂര്യ ചോദിച്ചു. വണ്ടിയിലാണെങ്കിൽ 5 മിനിറ്റ് മതി. പിന്നെ ഈ ഹോസ്പിറ്റലിന് പിന്നിലായി ഒരു കാട് പിടിച്ച് കിടക്കുന്ന വഴിയുണ്ട്. അതിലൂടെ ആരും സഞ്ചരിക്കാറില്ല. അതുവഴി പോയാൽ ഈ പണി നടക്കുന്ന ബിൽഡിങ്ങിന്റെ പിറകുവശത്തായി എത്താൻ 3 മിനിറ്റ് മതി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സാർ, ആ വഴി ആരും ഉപയോഗിക്കാറില്ല, ഡോക്ടർ ജോർജ് പറഞ്ഞു. സൂര്യ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലിൽ ആയിരുന്നു. ഒടുവിൽ എന്തോ ഉത്തരം ലഭിച്ചു എന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. ഡോക്ടർ, ആ ശരിക്കുള്ള CCTV ഫുട്ടേജ് എനിക്ക് കണ്ടേ പറ്റൂ, ഇപ്പോൾ തന്നെ, പ്രതാപ് പറഞ്ഞു. സർ, സെക്യൂരിറ്റി റൂമിലേക്ക് ചെന്നോളൂ, ഞാൻ വിളിച്ചു പറയാം. സർ, ഇതുകൊണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ഒരു പ്രശ്നമുണ്ടാകരുത്. ഇപ്പോൾ തന്നെ ഡേവിഡ് സാറിന്റെ കൊലപാതകം കൊണ്ട് തന്നെ ഞങ്ങൾ പ്രശ്നത്തിലാണ്. ഇനി ഇതുകൂടി പുറത്തറിഞ്ഞാൽ... പേടിക്കണ്ട ഡോക്ടർ, ഞാനായി പറയുന്നില്ല. പക്ഷേ കർമ്മ എന്ന് ഒന്നുണ്ട്. അതിന്റെ മുൻപിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നതിന് കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം വരും. അതും പറഞ്ഞുകൊണ്ട് പ്രതാപും സൂര്യയും പുറത്തേക്കിറങ്ങി. ഡോക്ടർ അയാളുടെ കസേരയിൽ തലയ്ക്ക് കൈവച്ചിരുന്നു. സൂര്യയും പ്രതാപും നേരെ ചെന്നത് സെക്യൂരിറ്റി ഓഫീസിലേക്കാണ്. അവരെ കണ്ടതും അവിടെയിരുന്ന 2 സെക്യൂരിറ്റിയും എഴുന്നേറ്റു നിന്നു. അന്നത്തെ ദിവസത്തെ മുഴുവൻ വീഡിയോയും കാണിക്കടോ, പ്രതാപ് പറഞ്ഞു. അതിൽ ഒരാൾ അവരുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും അന്ന് നടന്ന എല്ലാം പ്ലേ ചെയ്തു തുടങ്ങി. സൂര്യയും പ്രതാപും അത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രതാപ്, ലുക്ക് ദേർ. കില്ലർ ഡേവിഡുമായി പോകുമ്പോൾ ഉള്ള സമയം 11:10. അവൻ മരിച്ചു എന്നറിഞ്ഞ് കൂടെയുള്ള ആൾക്കാർ അവിടെയുള്ള സെക്യൂരിറ്റിയെ പിടിച്ചു തള്ളുമ്പോൾ ബാക്കിയുള്ള സെക്യൂരിറ്റിക്കാരും സ്റ്റാഫും അവരെ പിടിച്ചു മാറ്റാനായി ഓടിയെത്തുന്നു. ഈ ഗ്യാപ്പിൽ അയാൾ ലിഫ്റ്റിന്റെ ഭാഗത്തു നിന്നും മോർച്ചറിയുടെ ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നു. സിമ്പിൾ, സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിന്റെ ഒരു കോപ്പി എടുത്തു വെക്കണം. ഞങ്ങളുടെ ആൾക്കാർ വന്ന് കളക്ട് ചെയ്യും ഇന്ന് തന്നെ, പ്രതാപ് പറഞ്ഞ ശേഷം അവർ ഇരുവരും ഹോസ്പിറ്റലിന് പുറത്തേക്കിറങ്ങി. പ്രതാപ്, എന്താണ് നടന്നതെന്ന് നിനക്ക് മനസ്സിലായോ? ഇറ്റ്സ് വെൽ പ്ലാൻഡ്, സൂര്യ പറഞ്ഞു. നീ തെളിച്ചു പറ സൂര്യ, എങ്ങനെ? ആക്സിഡന്റ് ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ്. കില്ലർ അവനു വേണ്ടി സൃഷ്ടിച്ച ആക്സിഡന്റ്. അവർ ഇവിടെ എത്തുന്ന സമയത്തിനുള്ളിൽ അയാൾ ഇവിടെ എത്തുന്നു. എല്ലാം കഴിഞ്ഞ് ആരുടെയും കണ്ണിൽപ്പെടാതെ മടങ്ങുന്നു. പക്ഷേ ഇതിൽ ഇപ്പോഴും ചില മിസ്സിംഗ് ലിങ്കുകളുണ്ട്. അതിനുത്തരം കിട്ടണം. എങ്കിൽ ആ ബംഗാളികളെ കണ്ടേ പറ്റൂ, സൂര്യ പറഞ്ഞു. എപ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടായത്? സൂര്യ ബംഗാളികളിൽ ഒരാളോട് ചോദിച്ചു. രാത്രി 10:15 ആകാറായി കാണും സർ. ഇടയ്ക്ക് ഫോൺ വന്നപ്പോൾ അവൻ അതുമായി പിന്നിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. സംസാരിക്കുന്നതിനിടയിൽ മുകളിലെ സ്റ്റെപ്പിൽ നിന്നും വീണതാകും. കുറച്ചു സമയം കാണാതിരുന്നതുകൊണ്ട് ഞാൻ പിന്നിലേക്ക് നോക്കിയപ്പോൾ അവൻ വീണ് കിടക്കുന്നത് കണ്ടു. ഞാനാണ് എല്ലാവരെയും വിളിച്ചത്, അയാൾ പറഞ്ഞു. മരിച്ച ആളുടെ പേരെന്താണ്? സൂര്യ ചോദിച്ചു. ഹക്കീം ലാൽ, അയാൾ മറുപടി പറഞ്ഞു. നിങ്ങൾ പിന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സംശയിക്കത്തക്കതായി എന്തെങ്കിലും കണ്ടിരുന്നോ? എന്തെങ്കിലും ആളെയോ മറ്റും? പ്രതാപ് ചോദിച്ചു. ഇല്ല സാർ, അങ്ങനെയൊന്നും കണ്ടില്ല, അയാൾ പറഞ്ഞു. ഹോസ്പിറ്റലിലെ കേസ് എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ അറിയിക്കാതിരുന്നത്? പ്രതാപ് ചോദിച്ചു. സർ, ഞങ്ങൾ എല്ലാവരും തന്നെ സ്വന്തം നാട് വിട്ട് ഇവിടെ വന്ന് പണിയെടുക്കുന്നത് വീട്ടുകാർക്ക് വേണ്ടിയാണ്. പക്ഷേ അങ്ങനെയുള്ള ഞങ്ങളെ ഇവിടെ ചിലർ പറയുന്നത് തീവ്രവാദികളെന്നും കുറ്റവാളികളുമെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പരാതിയുമായി ചെന്നാൽ പോലീസുകാരും ആദ്യം സംശയിക്കുക ഞങ്ങളെയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളിൽ ഒരാളെയാണ്. പക്ഷേ അതിന്റെ പേരിൽ അത്രയും വലിയ ഹോസ്പിറ്റലിലെ ആൾക്കാർക്കെതിരെ കേസിന് പോകാനോ പോരാടാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതിനുള്ള പണമോ ബലമോ ഇല്ല. അന്നത്തെ സംഭവത്തിൽ ആ ഹോസ്പിറ്റലുകാർ കുറച്ച് പണം തന്നു. അത് ഹക്കീമിന്റെ ബോഡിക്കൊപ്പം അവന്റെ നാട്ടിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. അവന്റെ വീട്ടുകാർക്ക് ഇനി കുറച്ചുനാൾ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാം. അത് മതി സാർ, അവന്റെ ആത്മാവിന് സന്തോഷമാകാൻ. അത് പറയുമ്പോഴേക്കും അയാളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. ശരി പ്രതാപ്, നമുക്ക് പോകാം. എനിക്ക് ആവശ്യമുള്ളത് എല്ലാം കിട്ടി. എന്താണ് സൂര്യ?
നടക്കുന്നതിനിടയിൽ പ്രതാപ് ചോദിച്ചു, ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് മർഡർ. എന്റെ യൂഹം ശരിയാണെങ്കിൽ ഈ ആക്സിഡന്റ് ഹോസ്പിറ്റലിലെ ആളുകളുടെ കണ്ണുവെട്ടിക്കാനുള്ള കില്ലറിന്റെ മാർഗം മാത്രമാണ്. അയാൾ ഇവരെക്കുറിച്ച് ദിവസങ്ങളായി തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നിരിക്കണം. അതുകൊണ്ടാണ് കൃത്യമായി ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. ഈ പണിക്കാരനെ തള്ളിയിട്ട ശേഷം ഇതിന്റെ പിന്നിൽ കൂടി ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിലൂടെയാണ് അയാൾ പോയിരിക്കുന്നത്. കില്ലർ ഡേവിഡുമായി മോർച്ചറി ഭാഗത്തേക്ക് എത്താനായി ഇവരുടെ വഴക്ക് നടക്കുന്ന കൃത്യസമയം അറിയണം. എങ്കിൽ ഹോസ്പിറ്റലിൽ ആ സമയത്ത് തീർച്ചയായും അയാൾക്ക് ഒരു സഹായം ഉണ്ടായിരിക്കണം. എ ഇൻഫോമർ. സൂര്യ പറഞ്ഞു തീർന്നതും പ്രതാപിന്റെ ഫോൺ റിംഗ് ചെയ്തു. ഗോപാൽ എന്ന നെയിം ഡിസ്പ്ലേയിൽ തെളിഞ്ഞതും പ്രതാപ് ഫോൺ ചെവിയോട് ചേർത്തു. സർ, അടുത്ത ആളും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ കൊല്ലപ്പെട്ടത് ഡേവിഡിന്റെ മകൻ ഡിക്സൺ ആണ്. കൊല നടന്നിരിക്കുന്നത് ഇവിടെയല്ല, വയനാട്ടിലെ അവരുടെ എസ്റ്റേറ്റിലാണ്. തല കണ്ടെത്തിയത് അതിനടുത്തുള്ള ചതുപ്പിലും. സർ, എസ് പി സാർ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. സാറിനോട് വേഗം ഇവിടേക്ക് എത്താൻ പറഞ്ഞു. അതും പറഞ്ഞ് ഗോപാലേട്ടൻ ഫോൺ വെച്ചു. സൂര്യ, അവൻ വീണ്ടും. ഇത്തവണ കൊല്ലപ്പെട്ടത് ഡേവിഡിന്റെ മകനാണ്. പക്ഷേ ഇത്തവണ അവൻ യാതൊരു വാണിംഗ് മെസ്സേജും നമുക്ക് അയച്ചിട്ടില്ല. അതെന്താണ് അങ്ങനെ? പ്രതാപ് ചോദിച്ചു. ഇതിന് രണ്ടു സാധ്യതയാണുള്ളത്. ഒന്നുകിൽ അയാൾ പിടിക്കപ്പെടും എന്ന തോന്നലിലാകും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിന് സാധ്യത കുറവാണ്. രണ്ടാമത്തെ സാധ്യത, കൊലയാളി ഓരോ കൊലയും ഗെയിം കളിക്കുന്ന ലാഘവത്തോടെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ വെല്ലുവിളിക്കുക എന്ന ഉദ്ദേശത്തേക്കാൾ അവന്റെ ഗെയിമിലെ എതിർവശത്ത് നിൽക്കുന്ന കളിക്കാരനായാണ് അവൻ നിങ്ങളെ കരുതുന്നത്. അതിനുവേണ്ടിയാണ് ഇത്രത്തോളം സൂചനകളും അവൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 തവണയും അവന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവൻ തന്ന ക്ലൂ മുതലാക്കുന്നതിലും നിങ്ങൾ പരാജയപ്പെട്ടു. ഇത്തരമൊരു മാനസികാവസ്ഥയിലുള്ള ഒരാൾ ഗെയിം കളിക്കുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആൾ തനിക്ക് വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ഗെയിമിലുള്ള താല്പര്യം അയാൾക്ക് കുറഞ്ഞ് കളി നിർത്തുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഒരു എതിരാളിയായി കാണാൻ അവൻ കണക്കാക്കുന്നില്ല. ഇവിടെയും അയാൾ അതുതന്നെയാണ് ചെയ്തിരിക്കുന്നതും. നിങ്ങളോടുള്ള ഗെയിം അവസാനിപ്പിച്ചു. അവൻ തന്റെ കളി തുടരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ക്ലൂ പോലും അവൻ നൽകാതിരുന്നത്, സൂര്യ പറഞ്ഞു. അപ്പോൾ ഇനി മുന്നോട്ട് ആരൊക്കെ കൊല്ലപ്പെടും എന്നതിന് യാതൊരു സൂചനയുമില്ല, അല്ലേ? നമുക്കേതായാലും സ്റ്റേഷനിലേക്ക് മടങ്ങാം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. നോർത്ത് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷന് മുന്നിൽ ജീപ്പ് നിർത്തിയ ശേഷം സൂര്യയും പ്രതാപും അകത്തേക്ക് കയറി. പ്രതാപിന് പിന്നാലെ സൂര്യയും എസ് പി ഇരിക്കുന്ന മുറിയിലേക്ക് കയറി ചെന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് മിസ്റ്റർ പ്രതാപ്? വീണ്ടും അടുത്ത ആൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനിയും തന്നെ വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നേക്കാൾ മികച്ച ഒരു ഓഫീസറിന് ഈ കേസ് കൈമാറാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, എസ് പി പറഞ്ഞു. സർ പ്ലീസ്, 7 ദിവസങ്ങൾ കൂടി തരണം. അതിനുള്ളിൽ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതിയെ ഞാൻ സാറിന് മുമ്പിൽ നിർത്തും, മുന്നിലേക്ക് വന്ന സൂര്യ പറഞ്ഞു. ഹു ആർ യു? സൂര്യയെ നോക്കി എസ് പി ചോദിച്ചു. സർ, ഐ ആം സൂര്യനാരായണ വർമ്മ. ഓ, ഇയാൾ പറഞ്ഞ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? എസ് പി പുച്ഛത്തോടെ ചോദിച്ചു. യെസ് സർ, കൊലയാളിയെ അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ സാറിന്റെ മുമ്പിൽ നിർത്തി തരും. അതിലെന്താണ് തനിക്കിത്ര ഉറപ്പ്? എസ് പി വിശ്വാസം വരാതെ ചോദിച്ചു. ഞാൻ കൊലയാളിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു സർ. പക്ഷേ അയാളെ പിടിക്കണമെങ്കിൽ എനിക്ക് ഒരാളെ ചോദ്യം ചെയ്യണം. അതും പറഞ്ഞ് സൂര്യ പ്രതാപിനെ നോക്കി. ആരെയാണ് തനിക്ക് ചോദ്യം ചെയ്യേണ്ടത്? ആരാണെങ്കിലും തനിക്ക് ചെയ്യാം, എസ് പി പറഞ്ഞു. താങ്ക് യു സർ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരേണ്ട ആൾ, ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ രഹസ്യം അറിയാവുന്ന ആൾ ഇപ്പോൾ ഈ മുറിയിൽ നമ്മളോടൊപ്പമുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാന ഭാഗം അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കമൻറ്റും കൂടി. താങ്ക് യു.